എന്നല്ല, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കി എന്നല്ല, മറിച്ച് നോമ്പുകൾ നിർബന്ധമാക്കി എന്നാണ്. സിയാം എന്ന വാക്കാണ് ഖുർആൻ ഉപയോഗിച്ചത്. നിസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ നിസ്കാരം നിലനിർത്തണം, നിസ്കരിക്കണം എന്ന് കൽപ്പിച്ചു. അഖിമിസ് സ്വലവാത്ത് എന്നല്ല പറഞ്ഞത്. ഖുർആനിൽ നിസ്കാരം നിലനിർത്താനും നിസ്കാരം അത് കൃത്യതയോടുകൂടെ സമയനിഷ്ഠയോടുകൂടെ പാലിച്ചു കൊണ്ടുപോകാനും അത് നന്നായി നിസ്കരിക്കുന്നവരെ മദ്ഹ് ചെയ്യാനും ആ ഘട്ടങ്ങളിലൊക്കെ അസ്വലാ അസ്വലാ എന്ന് ഉപയോഗിച്ചു. സ്വലവാത്ത് എന്ന് ഉപയോഗിച്ചില്ല എന്നല്ല. മിക്കവാറും അസ്വലാ എന്നാണ് ഖുർആനിന്റെ ശൈലി, ഖുർആനിന്റെ ചർച്ച. പക്ഷെ നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ സൗം എന്നല്ല പറഞ്ഞത്, നോമ്പുകൾ സിയാം എന്ന വാക്കാണ് ഉപയോഗിച്ചത്. എന്തുകൊണ്ട്? മഹാന്മാരായ ഉലമാ പറയുന്നുണ്ട്, നോമ്പ് പലതരത്തിലുള്ള നോമ്പുണ്ട്. സാധാരണക്കാരായ സൗമുൽ അവാം, സാധാരണക്കാരുടെ നോമ്പ് എന്ന് പറഞ്ഞാൽ സൗമുൽ ബത്ൻ, വയറിന്റെ നോമ്പാണ്. സൗമുൽ ഖവാസ്, പ്രത്യേകക്കാരുടെ നോമ്പ് എന്ന് പറഞ്ഞ സൗമുൽ അഅ്ളാ, എല്ലാ അവയവങ്ങളുടെയും നോമ്പാണ്. സൗമു ഖവാസുൽ ഖവാസ്, ഏറ്റവും വലിയ പ്രത്യേകക്കാർ, ഏറ്റവും വലിയ മഹാന്മാരുടെ നോമ്പ് എന്നത് അത് ഖൽബിന്റെ നോമ്പുമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി തങ്ങൾ പഠിപ്പിച്ച കാര്യം നമുക്കറിയാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സത്യവിശ്വാസി മരിക്കാൻ പോകുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലായികത്തിനോട്, മരണം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മരണത്തിന്റെ സമയത്ത് ഹാജരാകുന്ന മലായികത്തിനോട് ഉള്ള കൽപ്പനയാണ്, മലക്കുകളെ നിങ്ങൾ എന്റെ അടിമയുടെ തല ഒന്ന് ചുംബിച്ചു നോക്ക്. അപ്പോൾ ആ മലക്കുകൾ ആ സത്യവിശ്വാസിയുടെ മുഅ്മിനിന്റെ തലയൊന്ന് ചുംബിച്ചു നോക്കും. എന്നിട്ട് അവർ പറയും, റബ്ബേ, ഈ മുഅ്മിനിന്റെ തല ചുംബിച്ചു നോക്കിയപ്പോൾ അജിദു റായിഹത്തുൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനിന്റെ ഗന്ധം, ഖുർആനിന്റെ മണം ഞങ്ങൾ അനുഭവിക്കുന്നു എന്ന് ഈ മലായികത്ത് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കും, ആ മനുഷ്യന്റെ ഖൽബ് നിങ്ങളൊന്ന് ചുംബിച്ചു നോക്ക്, ഹൃദയം ഒന്ന് ചുംബിച്ചു നോക്ക്. ആ മലക്കുകൾ ഹൃദയം ചുംബിച്ചു നോക്കുമ്പോൾ ആ മലക്കുകൾ പറയും, പടച്ചവനെ, ഈ മുഅ്മിനിന്റെ, ഈ മനുഷ്യന്റെ ഖൽബിൽ ഞങ്ങൾ അജിദു സൗമൻ ഫീ ഖൽബി, അവന്റെ ഖൽബിൽ നോമ്പിനെ ഞങ്ങൾ എത്തിക്കുന്നു, നോമ്പിന്റെ സുഗന്ധം ഞങ്ങൾ അനുഭവിക്കുന്നു. അവന്റെ കാലിൽ നിങ്ങളൊന്ന് ചുംബിച്ചു നോക്ക്. അപ്പോൾ ആ മലായികത്ത് കാല് ചുംബിക്കും. എന്നിട്ട് പറയും, പടച്ചവനെ, അജിദു അൽ ഖിയാമ ഫീ റിജ്ലൈ, അവന്റെ കാലുകളിൽ ഖിയാമുൽ ലൈൽ, രാത്രി നിന്റെ മുന്നിൽ നിന്ന് നിസ്കരിച്ചതിന്റെ ഗന്ധവും അടയാളവും അവന്റെ കാലിൽ ഞങ്ങൾ എത്തിക്കുന്നു, ആ സുഗന്ധം അനുഭവിക്കുന്നു. ഇങ്ങനെ ഓരോ അവയവങ്ങളെ കൊണ്ടുള്ള അമലുകൾ, അതിന്റെ ഗന്ധം ഈ മലായികത്ത് അനുഭവിക്കുമ്പോൾ അവർ ഈ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഇഷ്ടത്തോടെ, സന്തോഷത്തോടെ ചുംബിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ ആ മനുഷ്യന്റെ മരണവും ഖബർ ജീവിതവും പരലോകവും ഒക്കെ ഏറ്റവും നന്നാകും. ഇവിടെ ഹൃദയത്തിൽ ചുംബിച്ചു നോക്കാൻ പറഞ്ഞപ്പോൾ ഹൃദയത്തിലാണ് നോമ്പിനെ എത്തിച്ചത്. എന്ന് പറഞ്ഞാൽ നോമ്പ് എന്നത് അതിന്റെ പരമമായ ലക്ഷ്യം അത് ഖൽബിയായ ഒരു ഇബാദത്താണ്. അതുകൊണ്ടാണല്ലോ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, ലഅല്ലക്കും തത്തഖൂൻ, നോമ്പെന്ന, നോമ്പുകൾ എന്ന പരിശീലനം, ഒരു മാസത്തെ കഠിനാധ്വാനം, എല്ലാ അവയവങ്ങളെ കൊണ്ടുമുള്ള നോമ്പിലൂടെ അതിന്റെ ഏറ്റവും പരമമായ ലക്ഷ്യം ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെ മുത്തഖീങ്ങളാക്കി മാറ്റലാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ അത്തഖ്വ ഹാഹുനാ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖൽബിന്റെ ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെയാണ് തഖ്വ. തഖ്വ വയറിലല്ല, തഖ്വ നാക്കിലല്ല, തഖ്വ കണ്ണിലല്ല, തഖ്വ കാലിലല്ല, കൈകാലുകളിലല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തഖ്വ ഖൽബിലാണ്. അത്തഖ്വ ഹാഹുനാ, അത്തഖ്വ ഹാഹുനാ, അത്തഖ്വ ഹാഹുനാ. ആ തഖ്വ ഉണ്ടാക്കാനാണ് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത്. അപ്പോൾ നോമ്പ് എന്നത് അതിന്റെ പരമമായത്, ഏറ്റവും പ്രധാനമായത്, ആ ഏറ്റവും മൂന്നാമത്തെ തലത്തിലേക്ക്, ഖൽബിന്റെ നോമ്പിലേക്കുള്ള ഉയർച്ചയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അത് ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഒരു മാസത്തെ പരിശീലനം, ഒരു മാസത്തെ അധ്വാനം,
ഓരോ അവയവങ്ങളെയും നോമ്പെടുപ്പിച്ചുകൊണ്ടുള്ള പരിശീലനം. അപ്പോഴാണ് ആ ഖൽബിലുള്ള തഖ്വ ശക്തിപ്പെടുക. അതാണ് ഈ ഫർളായ നോമ്പിന്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം. പിന്നെ ഫിഖഹിന്റെ കിതാബുകളിൽ പലതരത്തിലുള്ള നോമ്പുകളെ കുറിച്ചുള്ള ചർച്ചകളുണ്ട്. സുന്നത്തായ നോമ്പുകൾ നമുക്കറിയാം, മുഹറം 10ന്റെ നോമ്പ്, അതേപോലെ അറഫയുടെ നോമ്പ്, അങ്ങനെ പ്രത്യേകമായ ചില ദിവസങ്ങളിൽ സുന്നത്തായ നോമ്പുകൾ. അത് സിയാമുൻ നവാഫിൽ, സുന്നത്തായ നോമ്പുകൾ, അത് മറ്റൊരു ഇനമാണ്. സിയാമുൻ നദർ, നേർച്ചയാക്കിയ നോമ്പ്. ഒരാള് നോമ്പെടുക്കാൻ വേണ്ടി നേർച്ചയാക്കി, അപ്പോൾ ആ നോമ്പ് നിർബന്ധമായി നോറ്റുവീട്ടിൽ നിർബന്ധമായി. ചിലപ്പോ എന്തെങ്കിലും രോഗം മാറാൻ വേണ്ടി 3 ദിവസം നോമ്പ് നോൽക്കാൻ സുന്നത്തായ നോമ്പ് അത് നേർച്ചയാക്കിയത് നിർബന്ധമായി മാറി. റമദാൻ അല്ലാത്ത സമയത്ത് ഒരു 3 ദിവസത്തെ അല്ലെങ്കിൽ 10 ദിവസത്തെ നോമ്പ് എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ നേർച്ചയാക്കിയാൽ, ഏത് നല്ല കാര്യങ്ങളും നേർച്ചയാക്കിയാൽ അത് നേർച്ചയാകും. നേർച്ചയാക്കിയാൽ അത് നിർബന്ധമാവുകയും ചെയ്യും. പിന്നെ അത് നോറ്റ് വീട്ടുകയും വേണം. നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കിയാൽ പിന്നെ നോമ്പന്നെ നോൽക്കണം, അല്ലേ? പിന്നെ ചില ആളുകളൊക്കെ ഒരു ആവേശത്തിന് എന്തെങ്കിലുമൊക്കെ നേർച്ചയാക്കുന്നിട്ട് വന്നു ചോദിക്കും, പഠിച്ചോ അത് ഇങ്ങനെ ആക്കാൻ പറ്റുമോ, അങ്ങനെ ആക്കാൻ പറ്റുമോ, അല്ലെ? പിന്നെ ഒരു മാറ്റാണ്. നേർച്ചയാക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കണം. നേർച്ചയാക്കിയാൽ എങ്ങനെയാണോ നേർച്ചയാക്കിയത് അത് അങ്ങനെ തന്നെ ചെയ്യണം. നേർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യത്തെ നിർബന്ധമാക്കലാണ്. ഒരു അമലിനെ, ഒരു നല്ല കാര്യത്തെ, ഒരു സൽക്കർമ്മത്തെ, അത് സുന്നത്തായതാവാം, അത് നമ്മൾ നിർബന്ധമാക്കലാണ് നേർച്ച എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് നിർബന്ധമായി അത് വീട്ടുക തന്നെ വേണം. അവ നേർച്ചയാക്കുന്ന നോമ്പുണ്ട്. പിന്നെ ഫിഖ്ഹുമായി ബന്ധപ്പെട്ട ചില കഫാറാത്തുകൾ, ഫിദിയകൾ, പ്രായശ്ചിത്തങ്ങൾ മഹാന്മാര് പറയുന്നു. സിയാമുൽ ലിഹാർ, ലിഹാറിന്റെ നോമ്പ് എന്ന് പറഞ്ഞാല് ജാഹിലിയ കാലഘട്ടത്തിലെ, ആ പഴയ കാലഘട്ടത്തിലെ ഒരു ത്വലാഖിന്റെ ഒരു രീതി, ഒരു ത്വലാഖിന്റെ ഒരു വചനമാണ്. അന്തിക ലഹരി ഉമ്മി, നീ എന്റെ ഉമ്മയുടെ മുതുകു പോലെയാണ് എന്ന് പറഞ്ഞാൽ നീ എന്റെ ഉമ്മയുടെ സ്ഥാനത്താണ്. ഉമ്മയുമായി ശാരീരികമായ ബന്ധം പാടില്ലല്ലോ. ഭാര്യയോട് നീ എന്റെ ഉമ്മയുടെ സ്ഥാനത്താണ്. അന്തിക ലഹരി ഉമ്മി എന്ന അതുപോലെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതിനാണ് ലിഹാർ എന്ന് പറയുന്നത്. അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ഒരു സത്യമായി പരിഗണിക്കുമെന്നാണ്. അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയുമായി ബന്ധപ്പെടാനും പാടില്ല. ത്വലാഖിന്റെ, നിക്കാഹിന് ശേഷമുള്ള ത്വലാഖിന്റെ ചർച്ചകൾ വരുന്ന ഭാഗത്താണ് ലിഹാറിനെ കുറിച്ചുള്ള ചർച്ച വരുന്നത്. അത് സാധാരണ ത്വലാഖ് പോലെയല്ല. പക്ഷേ ആ ലിഹാറിന്റെ വാക്ക് ഉച്ചരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയുമായി ബന്ധപ്പെടാൻ പാടില്ല. പിന്നെ അവളെ ഭാര്യയായി ശാരീരികമായ ബന്ധത്തിനും മറ്റുമൊക്കെ അത് തിരിച്ചെടുക്കണമെങ്കിൽ അതിന് ഉള്ള പ്രായശ്ചിത്തം ചെയ്യണം. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഫുഖഹാ പറയുന്നുണ്ട് 60 നോമ്പ് നോൽക്കൽ. വേറെയും ചില കാര്യങ്ങൾ, അടിമകളെ മോചിപ്പിക്കൽ പോലെയുള്ള കാര്യങ്ങളുണ്ട്. അവിടെ 60 ദിവസത്തെ നോമ്പിനെ കുറിച്ചുള്ള ചർച്ച വരുന്നുണ്ട്. അതാണ് സിയാമുൽ ലിഹാർ. സിയാമുൽ വത്ഇ റമദാൻ, റമദാനിൽ പകൽ നോമ്പുകാരനായി ഒരാള് ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെട്ടു, അതിന് പ്രായശ്ചിത്തം 60 ദിവസത്തെ നോമ്പ് നോൽക്കണം എന്നാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട ഖാസിമി ഉസ്താദൊക്കെ പറഞ്ഞു, രാത്രി സമയത്ത് ഭാര്യയുമായി ബന്ധപ്പെടാം. പക്ഷെ നോമ്പുള്ള സമയത്ത്, പകൽ സമയത്ത് ഭാര്യയുമായി ഹലാലായതാണ്. മറ്റുള്ള ദിവസങ്ങളിൽ ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെടുന്നത് കൂലി കിട്ടുന്ന കാര്യമാണ്, അത് പുണ്യകർമ്മമാണ്. നമ്മുടെ ശരീരത്തിന്റെ ഒരു സുഖം, ഒരു ആസ്വാദനം, അത് പ്രതിഫലം കിട്ടുന്ന, അള്ളാഹു കൂലി തരുന്ന ഒരു പുണ്യമാണ്. കാരണം ഭാര്യയാണ്. അള്ളാഹ് അനുവദിച്ച മുത്തുനബിയുടെ സുന്നത്തിലൂടെയുള്ള ഒരു ബന്ധമാണ്. പക്ഷെ അത് റമദാനിന്റെ പകൽ സമയത്ത് ചെയ്താലോ അത് വലിയ തെറ്റാണ്, കുറ്റമാണ്. ആ കുറ്റത്തിന്റെ പരിഹാരങ്ങൾ പറഞ്ഞതിൽ ഒന്ന് 60 ദിവസം തുടർച്ചയായി നോമ്പ് നോൽക്കണം എന്നാണ്. അപ്പോൾ ഗൗരവമുള്ള തെറ്റാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ ചെയ്താൽ അതിന്റെ പ്രായശ്ചിത്തത്തിൽ പെട്ടെന്ന് വേറെയും പ്രായശ്ചിത്തങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല. മൂന്നാമത്തത് സിയാമുൽ ഖത്ൽ. ഒരാളെ കൊന്നു, കൊലപാതകം നടത്തി, നിരപരാധിയായ ഒരാളെ കൊലപാതകം നടത്തി, ഇവൻ കൊലയാളിയാണ്, മറ്റൊരാളെ കൊന്നു. അതിനുവേണ്ടിയുള്ള പ്രായശ്ചിത്തത്തെ കുറിച്ചുള്ള ചർച്ചകളിൽ മഹാന്മാര് പറയുന്നുണ്ട് 60 ദിവസത്തെ നോമ്പിനെ കുറിച്ച്. അതേപോലെ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സിയാമുത് തമത്തുഇ വൽ ഖിറാൻ, ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്ന ചില വ്യത്യസ്തമായ രീതികളുണ്ട്.
അതിൽ തമത്തു, ഖിറാൻ, അതുമായി ബന്ധപ്പെട്ട വരുന്ന നോമ്പുകളുണ്ട്. 10 ദിവസത്തെ നോമ്പ്, 3 ദിവസം, പിന്നെ 7 ദിവസം, അങ്ങനെ 10 ദിവസത്തെ നോമ്പ്. സിയാമു കഫാറത്തുൽ യമീൻ, ഒരാൾ സത്യം ചെയ്തു, പിന്നെ ആ സത്യം പൊളിച്ചു, അതിന് ഉള്ള കഫാറത്ത്. അത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ സത്യം ചെയ്യലും സത്യം ചെയ്യിപ്പിക്കലൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. ആ സത്യത്തിന്റെ കഫാറത്ത് അത് 3 ദിവസത്തെ നോമ്പാണ്. സിയാമു ഇഫ്സാദിൽ ഹജ്ജ്, ഹജ്ജിനെ ഫസാദാക്കിയാൽ അതിന് പരിഹാരമായിട്ടുള്ള നോമ്പുകളുണ്ട്. സിയാമു കഫാറത്ത് ഖത്ലി സൈദി, അതേപോലെ പിന്നെ പരിശുദ്ധമായ ഹറമിൽ വേട്ടയാടാൻ പാടില്ല, അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രായശ്ചിത്തത്തിന്റെ നോമ്പുണ്ട്. ഇങ്ങനെ 10, 11 അതിലധികം ഒക്കെ നോമ്പുകൾ, വ്യത്യസ്തമായ നോമ്പുകൾ ഫിഖഹിയായി, കർമ്മശാസ്ത്രപരമായി മഹാന്മാരായ ഉലമാ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ എല്ലാ നോമ്പുകളും ഏത് തരത്തിൽ വരുന്ന നോമ്പുകളാണെങ്കിലും, നിർബന്ധമായ നോമ്പാണെങ്കിലും, സുന്നത്തായ നോമ്പാണെങ്കിലും, നേർച്ചയുടെ നോമ്പാണെങ്കിലും, ഇതേപോലെ ഉള്ള കഫാറാത്തുകളുടെ നോമ്പുകളാണെങ്കിലും, അതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നോമ്പിന്റെ ഒരു പരമമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ നന്നാക്കിയെടുക്കലാണ്. ഇബാദത്തുകളിൽ പോലും വരുന്ന പിഴവുകളെ പരിഹരിക്കാൻ നോമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറഞ്ഞു. നോമ്പ് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഈ കഫാറാത്തുകളിലും ഫിദിയകളിലൊക്കെ വേറെ ചില കാര്യങ്ങൾ പറയാം. പാവപ്പെട്ട മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ അടിമകളെ മോചിപ്പിക്കുക, പാവപ്പെട്ടവർക്ക് വസ്ത്രം കൊടുക്കുക, അങ്ങനെ പല ഫിദിയകളും കഫാറാത്തുകളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ മഹാന്മാരായ ഫുഖഹാ പറഞ്ഞിട്ടുണ്ട്. സദഖ എന്നത് പെട്ടെന്നുള്ള ശുദ്ധീകരണത്തിന്റെ ഒരു അമലാണ്. പരിശുദ്ധമായ ഖുർആൻ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മരണത്തിന്റെ മുന്നിൽ മരണം മുഖാമുഖം കാണുമ്പോൾ, മരിക്കുകയാണ് എന്ന് ബോധ്യപ്പെടുന്ന ഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും മനുഷ്യൻ പടച്ചവനെ ഒരൽപ്പം മിലാ അജലിൻ ഖരീബ്, ഒരൽപ്പം ഒരു ചെറിയ സമയം, സെക്കൻഡിന്റെ പകുതി, അല്ലെങ്കിൽ സെക്കൻഡിന്റെ 4/1, അല്ലെങ്കിൽ സെക്കൻഡിന്റെ 100/1 സമയത്തെ ഏറ്റവും ചെറിയ അളവുകോലിൽ എങ്ങനെയാണോ പറയാൻ കഴിയുക, അത്ര മൈന്യൂട്ടായ സെക്കൻഡിന്റെ ഒരു ഭാഗം, ഇലാ അജലിൻ ഖരീബ്, പടച്ചവനെ ഒരു ചെറിയ സമയം എനിക്ക് തന്നാൽ ലഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. ഈ ആയത്തിനെ വ്യാഖ്യാനിക്കുമ്പോൾ മഹാന്മാർ പറയുന്നുണ്ട്, പെട്ടെന്ന് സ്വാലിഹാകാൻ പറ്റുന്ന ഒരു പണിയാണ് സദഖ ചെയ്യുക എന്നത്. പടച്ചവനെ ഞാൻ സദഖ ചെയ്തോളാം, വഅകും മിനസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളിൽ ഉൾപ്പെട്ടുകൊള്ളാം. പടച്ചോനെ ഞാൻ മരിക്കാൻ പോകാണ്, എന്റെ പാപങ്ങൾ പൊറുപ്പിക്കാൻ അല്ലാഹുവേ ഞാനൊരു 70 ഇസ്തിഗ്ഫാർ 100 ഇസ്തിഗ്ഫാർ ചൊല്ലട്ടെ റബ്ബേ, അതിനുള്ള സമയം തരോ എന്നല്ല. എന്റെ പാപം പൊറുപ്പിക്കാൻ മുത്തുനബി എല്ലാ ദിവസവും 70ഉം 100ഉം ഇസ്തിഗ്ഫാർ ചെയ്തതുപോലെ പാപം പൊറുപ്പിക്കാൻ ഇസ്തിഗ്ഫാറിന് ഒരു ചെറിയ സമയം തരുമോ റബ്ബേ എന്നല്ല. ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ സമയം തരുമോ റബ്ബേ എന്നല്ല. ഒരു ദിവസം ഒരു നോമ്പെടുക്കാൻ സമയം തരുമോ റബ്ബേ എന്നല്ല. പിന്നെയോ പടച്ചവനെ ഞാൻ സദഖ ചെയ്തുകൊള്ളാം, വഅകും മിനസ് സ്വാലിഹീൻ, ഞാൻ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുകയും ചെയ്യാം എന്ന് പറഞ്ഞാൽ ഏറ്റവും കുടുങ്ങിയൊരു ഘട്ടമാണല്ലോ അല്ലേ? കാരണം മരിക്കാൻ പോവുകയാണ്, ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാൽ ഈ ജീവിതകാലം മുഴുവനും നന്നാക്കാനും രക്ഷപ്പെടാനുള്ള ഏറ്റവും എളുപ്പ വഴി അത് ഈ മനുഷ്യന് ബോധ്യപ്പെടാണ്. അപ്പോഴാ പറയുന്നു, പടച്ചോനെ ഞാൻ സദഖ ചെയ്തോളാം, ഞാൻ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുകയും ചെയ്യാം. ചില മഹാന്മാരായ പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ഒരാൾക്ക് പെട്ടെന്ന് നന്നാവാൻ, പെട്ടെന്ന് സ്വാലിഹീങ്ങളിൽ പെടാൻ ഉള്ള വഴിയാണ് സദഖ, പണം കൊണ്ട് ചെയ്യുന്ന, മാല് കൊണ്ട് മാലിയായ ഇബാദത്ത്, മാലിയായ ഹസനത്ത്. അതാണ് ഒരു മനുഷ്യന് പെട്ടെന്ന് നന്നാവാൻ പറ്റുന്ന വഴി എന്ന് മഹാന്മാര് വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾക്ക് പരിഹാരമായി, നമ്മുടെ ഇബാദത്തുകളിൽ സൽക്കർമ്മങ്ങളിൽ വരുന്ന പിഴവുകൾക്ക്, കുറവുകൾക്ക് പരിഹാരമായി ഏറ്റവും പ്രധാനമായി 2 കാര്യങ്ങളാണ് കാണുക. ഒന്ന് നോമ്പ് നോൽക്കുക, മറ്റൊന്ന് സദഖ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമായി വരുന്ന സദഖ എന്ന് പറയാ എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്പത്ത് കൊണ്ട്, അത് ഭക്ഷണം കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ വസ്ത്രം കൊടുത്തുകൊണ്ടോ
മനുഷ്യൻ പണം ചെലവഴിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക്, സാധുക്കൾക്ക്, ഫക്കീർമാർക്ക്, മിസ്കീന്മാർക്ക് ഭക്ഷണമോ വസ്ത്രമോ മറ്റോ ഒക്കെ കൊടുക്കുക, അടിമകളെ മോചിപ്പിക്കുക, ഈ തരത്തിലുള്ള അമലുകൾ, മാലിയായ ഹസനാത്ത്, സമ്പത്ത് കൊണ്ടുള്ള സൽക്കർമ്മങ്ങൾ, ഖൽബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അമൽ ഇബാദത്ത്, നോമ്പ്, ഈ രണ്ട് കാര്യങ്ങളാണ് മഹാന്മാരായ ഉലമാ ഫുഖഹാ പഠിപ്പിച്ചത്. ആ രണ്ടെണ്ണത്തിനും ഏറ്റവും വലിയ ഫضലുണ്ട്, പ്രത്യേകതയുണ്ട്. പരിശുദ്ധമായ റമദാനിൽ നാം ആ രണ്ട് പരിശീലനവും വളരെ ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അഫ്ളലുസ് സദഖത്തി സദഖത്തു റമദാൻ. ഏറ്റവും ഫضലുള്ള സദഖ എന്ന് പറഞ്ഞാൽ റമദാൻ മാസത്തിൽ കൊടുക്കുന്ന സദഖയാണ്, റമദാനിൽ കൊടുക്കുന്ന സദഖയാണ്. അതുകൊണ്ട് ലോക മുഅ്മിനീങ്ങൾ കാലങ്ങളായി ലോകത്ത് എവിടെയും ഏത് രാജ്യത്തും ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സഹായങ്ങളും സദഖകളും സമ്പത്ത് കൊണ്ടുള്ള സൽക്കാര്യങ്ങൾ, നന്മകൾ വർദ്ധിപ്പിക്കാനുള്ളത് ഏറ്റവും കൂടുതൽ പരിശുദ്ധമായ റമദാനിലാണ്. ഷഹ്റു റമദാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന സദഖകൾക്കും നോമ്പിനും എല്ലാ അമലിനും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് യഥാർത്ഥ നോമ്പുകാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ എല്ലാ നേട്ടങ്ങളും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലിൽ ജന്നത്തി സമാനിയത്തു അബ്വാബ്. സുഖലോക സ്വർഗ്ഗത്തിന് 8 വാതിലുകളാണുള്ളത്. കുല്ലുഹാ തുഫ്തഹു വ തുഗ്ലഖു. എല്ലാ വാതിലുകളും തുറക്കാറുണ്ട്, അടക്കാറുണ്ട്. സ്വർഗ്ഗത്തിനാകെ 8 വാതിലാണ്. ആ എല്ലാ വാതിലും തുറക്കാറുണ്ട്, അടക്കാറുണ്ട്. ചില ഘട്ടങ്ങളിലൊക്കെ തുറന്നിടും, ചില ഘട്ടങ്ങളിലൊക്കെ അടച്ചിടും. എന്നാൽ ഇല്ലാ ബാബു തൗബ, തൗബയുടെ കവാടം ഒഴികെ, തൗബയുടെ കവാടം ഒഴികെ, فإن الله سبحانه وتعالى قد وكل بي ملائكة. ആ വാതിൽ കൊണ്ട് ഒരു വിഭാഗം മലായികത്തിനെ അല്ലാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. ബാബു തൗബ ലാ യഗ്ലുഖൂനഹു. ആ വാതിൽ അവരെ അടക്കുകയില്ല. മാദാമ സ്വായിമൂന യസൂമൂൻ. നോമ്പുകാര് നോമ്പ് നോൽക്കുന്ന കാലത്തോളം ഒരിക്കലും ആ മലായികത്ത് തൗബയുടെ കവാടം അടക്കുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഓരോ സ്വർഗവാതിലുകളെ, സ്വർഗീയ കവാടങ്ങളെ പരിചയപ്പെടുത്താറുണ്ട്. അപ്പൊ നമ്മളൊക്കെ പറയും നോമ്പുകാർക്കുള്ള കവാടം ബാബുർ റയ്യാനാണ്. റയ്യാൻ എന്ന കവാടമാണ് നോമ്പുകാരുടെ കവാടം. ശരി, അതും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ലിൽ ജന്നത്തി ബാബുൻ. സ്വർഗ്ഗത്തിനൊരു വാതിലുണ്ട്. യുഖാലു ലഹു ബാബുർ റയ്യാൻ. ബാബുർ റയ്യാൻ എന്ന പേരുള്ള ഒരു വാതില് സ്വർഗ്ഗത്തിനുണ്ട്. യദ്ഖുലു മിൻഹു സ്വായിമൂന യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളായാൽ നോമ്പുകാർ മാത്രമാണ് അതിലൂടെ പ്രവേശിക്കുക. ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും. നോമ്പുകാരല്ലാതെ ഒരാളും അതിലൂടെ പ്രവേശിക്കൂല. യുഖാലു മഹ്ശറയിൽ വിളിക്കപ്പെടും, ചോദിക്കപ്പെടും, മൈന സ്വായിമൂൻ, എവിടെ നോമ്പുകാര്? അപ്പൊ നോമ്പുകാരൊക്കെ എഴുന്നേൽക്കും. ഫയഖൂമൂന. മലായികത്ത് അവരെ സ്വീകരിച്ചു കൊണ്ടുപോയി ആ വാതിലൂടെ പ്രവേശിപ്പിക്കും. ഫൈദാ ദഖലു. അവരൊക്കെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഗുലിഖ. വാതിൽ അടക്കപ്പെടും. ഫലം യദ്ഖുൽ മിൻഹു അഹദുൻ. പിന്നെ ഒരാളും ആ വാതിലൂടെ കയറൂല. ചിലപ്പോ നമ്മള് റെയിൽവേ സ്റ്റേഷനില് ടിക്കറ്റ് എടുക്കാൻ കൗണ്ടറിൽ പോയാൽ അവിടെ ഒരു കൗണ്ടർ ഉണ്ടാവും, വികലാംഗർക്കുള്ള കൗണ്ടർ. എന്നാൽ വേറെ വികലാംഗരൊന്നും ഇല്ലെങ്കിലും സാധാരണ എല്ലാവർക്കും ആ കൗണ്ടറിലും ടിക്കറ്റ് കൊടുക്കും. എയർപോർട്ടിലൊക്കെ പോയാൽ എയർപോർട്ടില് ബിസിനസ് ക്ലാസ്സുകാർക്ക് ഉള്ള പ്രത്യേകമായ ഗേറ്റ് ഉണ്ട്, കവാടുണ്ട്, എമിഗ്രേഷനിലും മറ്റുമൊക്കെ. അപ്പോൾ തിരക്കൊന്നുമില്ലെങ്കിൽ, അവരാരും ഇല്ലെങ്കിൽ മറ്റുള്ള ഭാഗത്ത് തിരക്ക് കുറക്കാൻ വേണ്ടി സാധാരണക്കാരായ എക്കണോമി യാത്രക്കാരെയും ആ വാതിലൂടെ പ്രവേശിപ്പിക്കും. എന്ന് പറഞ്ഞാൽ അത് ഒരു സ്വാതന്ത്ര്യത്തോടു കൂടെ ചെയ്യുന്നതാണ്. ആ വാതിലിൽ തിരക്ക് കുറവാണ്. അപ്പോ എന്നാൽ മറ്റുള്ളവർക്ക് തിരക്ക് ഒഴിവാക്കാൻ. എന്നാൽ ബാബുർ റയ്യാൻ അങ്ങനെയല്ല. ആകെ 8 വാതിലിൽ ബാബുർ റയ്യാൻ എന്ന വാതില്, അതിലൂടെ അവിടെ വെറുതെ ഫ്രീ ആയി കിടക്കുകയാണെങ്കിൽ പോലും അപ്പൊ വാതിൽ ക്ലോസ് ചെയ്ത് അടച്ചിട എന്നല്ലാതെ മറ്റേ ഭാഗങ്ങളിൽ, മറ്റേ 7 വാതിലുകളിൽ തിരക്ക് കുറക്കാൻ വേണ്ടി ഈ വാതില് നോമ്പുകാരൊക്കെ കയറി കഴിഞ്ഞില്ലേ, എന്നാൽ ഇനി ഇവിടെ ഫ്രീ ആണല്ലോ, ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞ് ക്ഷണിക്കൂല. അവര് കടന്നു കഴിഞ്ഞാൽ പിന്നെ ആ വാതിൽ ക്ലോസ് ചെയ്യും, അടച്ചു കളയും എന്ന് ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പുകാർക്ക് മാത്രമാണ്. നോമ്പുകാരല്ലാതെ അതിലൂടെ കയറൂല. നോമ്പുകാര് കയറി കഴിഞ്ഞാൽ അത് അടക്കപ്പെടുകയും ചെയ്യും.
ഈ കവാടം നോമ്പുകാർക്കുള്ള പ്രത്യേകതയാണ്. ബാബു തൗബ എന്ന് കേൾക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബാബു തൗബ, ആ തൗബയുടെ കവാടം അത് എപ്പോഴും തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഖിയാമത്ത് നാൾ വരെ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്ന സമയം വരെ തൗബയുടെ കവാടം തുറക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് സ്വർഗത്തിന്റെ ബാബു തൗബയാണ് എന്നും അഭിപ്രായമുണ്ട്. അല്ല, തൗബ സാധാരണ മുഅ്മിനിന്റെ തൗബ സ്വീകരിക്കാനുള്ള കവാടമാണ് എന്നും അഭിപ്രായമുണ്ട്. ഇവിടെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സ്വർഗത്തിലെ ബാബു തൗബ എന്ന് പേരുള്ള കവാടം. ആ ബാബു തൗബ അത് തൗബക്കാർക്കുള്ള കവാടമാണ്, തൗബ ചെയ്തവർക്കുള്ള കവാടമാണ്, തൗബ സ്വീകരിക്കപ്പെട്ടവർക്കുള്ള കവാടമാണ്. പക്ഷേ ആ കവാടം തുറക്കപ്പെടുന്നതിന്റെ നിബന്ധന, ആ കവാടം അടക്കപ്പെടാതിരിക്കാനുള്ള നിബന്ധന, ആ കവാടം കൊണ്ട് തൗബയുടെ കവാടമാണെങ്കിൽ പോലും അതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. അവര് ആ കവാടം ഒരിക്കലും അടച്ചു കളയൂല. മുത്തനബി പറഞ്ഞു, നോമ്പുകാര് നോമ്പ് നോൽക്കുന്ന കാലത്തോളം. അപ്പോൾ അതിന്റെയും നിബന്ധന നോമ്പാണ്. അസ്സൗമു ജുന്നത്തു അഖ്വാമിൻ മിനൻ നാരി والصوم حسن لمن يخشى من النار والصوم ستر لأهل الخير كلهم الخائفين من الأوزار والعار الصوم جنة أقوام من النار. ജനങ്ങൾക്ക് നരകത്തെ തടുക്കാനുള്ള പരിചയാണ്, നരകത്തെ തടുക്കാനുള്ള പരിചയാണ് നോമ്പ്. നരകത്തെ ഭയപ്പെടുന്നവനുള്ള സുരക്ഷാ വഴിയാണ് നോമ്പ്. നരകം വരുമ്പോൾ അതിനെ തടുക്കാനുള്ള പരിചയാണ് നോമ്പ്. നരകത്തെ പേടിക്കുന്നവരാണെങ്കിൽ അവർക്ക് രക്ഷപ്പെടാനുള്ള സുരക്ഷാ വഴിയാണ്. ഒരു അപകടം വരുമ്പോൾ സുരക്ഷാ മാർഗം പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള എമർജൻസി എക്സിറ്റുകൾ പോലെ നരകത്തെ ഭയപ്പെടുന്നവന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സുരക്ഷാ വഴിയാണ് നോമ്പ്. പാപങ്ങളെ, തെറ്റുകുറ്റങ്ങളെ, ദോഷങ്ങളെ ഭയപ്പെടുന്ന അഹ്ലുൽ ഖൈറിനുള്ള മറയാണ് നോമ്പ്. നല്ല ആളുകൾ അവര് പാപങ്ങളെ ഭയപ്പെടുന്നു, കുറ്റങ്ങളെ, ദോഷങ്ങളെ അവര് പേടിക്കുന്നു. അവർക്കുള്ള മറയാണ് നോമ്പ്. ശഹ്റു ഇലാഹിൽ അർശി മന്നബിഹി റബ്ബുൻ റഹീമുൻ ലിസിഖലിൽ വിസ്രി സത്താരി فصام فيه رجال يربحون به ثوابهم من عظيم شأن غفار فأصبحوا في جنان الخلد قد نزلوا من بين حور وأشجار وأنهار يا رب صل على النبي محمد منزل الخلائق من جهنم في غدي. ഇത് അല്ലാഹുവിന്റെ മാസമാണ്. അർശിന്റെ ഉടമയായ അല്ലാഹുവിന്റെ മാസമാണിത്. ഈ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹീമായ റബ്ബ് ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് നിഅമത്തുകൾ അവന്റെ അടിമകൾക്ക് നൽകുകയാണ്. പാപങ്ങൾ, പാപഭാരങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് പാപങ്ങളൊക്കെ പുറത്തുകൊണ്ട് ഗഫാറായ സത്താറായ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല നോമ്പുകാരായ ആളുകൾ ഏറ്റവും വലിയ ലാഭം ഫസാമ ഫീഹി റിജാലുൻ യർബഹൂന ബിഹി സവാബഹും മിൻ അളീമി ശഅനി ഗഫാരി. ഗഫാറായ അല്ലാഹുവിൽ നിന്ന് ഏറ്റവും മഹത്വമായ ഒരു സവാബ്, ഏറ്റവും മഹത്വമായ പ്രതിഫലം, ഒരു മുഅ്മിൻ മനുഷ്യൻ എന്നുള്ള നിലയിൽ ഏറ്റവും വലിയ സവാബ് മഗ്ഫിറത്താണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പടച്ച റബ്ബ് നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരലാണ് ഏറ്റവും വലിയ, അതാണ് ഏറ്റവും വലിയ സവാബ്, അതാണ് ഏറ്റവും വലിയ പ്രതിഫലം. അത് പാപങ്ങൾ പുറത്തു കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഏതൊരു അമലിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്നത് പാപങ്ങൾ പൊറുക്കലാണ്. നിസ്കാരവും വുളൂഉം
നോമ്പും ഹജ്ജും ഉംറയും സദഖയും ഖുർആൻ പാരായണവും ദിക്റും എന്ത് ചൊല്ലിയാലും അതിന്റെ ഒക്കെ ഫളായിലുകൾ പഠിക്കുമ്പോൾ പറയും ഉഫറലഹു മാ തഖദ്ദമ മിൻ ദംബി, പാപങ്ങൾ പൊറുക്കും, 60 കൊല്ലത്തെ പാപം പൊറുക്കും, 80 കൊല്ലത്തെ പാപം പൊറുക്കും, കഴിഞ്ഞു പോയ ഒരു കൊല്ലത്തെ പാപം, വരാൻ പോകുന്ന ഒരു കൊല്ലത്തെ പാപങ്ങൾ പൊറുക്കും എന്നാണ് നോമ്പുകളുടെ, ഇബാദത്തുകളുടെ, നിസ്കാരങ്ങളുടെ, ഹസനാത്തുകളുടെ, ഖൈറാത്തുകളുടെ അതിന്റെയൊക്കെ ഏറ്റവും വലിയ നേട്ടമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പുണ്യമായ റമദാനു ശരീഫിലൂടെ തൗബ എന്ന കവാടത്തിലൂടെ നമുക്ക് നമ്മുടെ പാപങ്ങളൊക്കെ പൊറുപ്പിച്ച് മഗ്ഫിറത്ത് ലഭിച്ച്, ഇതൊക്കെ നോമ്പിന്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യങ്ങളാണ്. ആ ലക്ഷ്യം നേടുന്നവരാണ് കാലാകാലം ശാശ്വതമായി നിലനിൽക്കുന്ന സുഖാസ്വാദനങ്ങളുടെ ഏറ്റവും മനോഹരമായ സുഖലോക സ്വർഗീയമായ ആരാമങ്ങളിൽ, സ്വർഗീയമായ പൂങ്കാവനങ്ങളിൽ, മലർവാടികളിൽ സ്വർഗീയമായ ഇണകളുണ്ട്, സ്വർഗീയമായ പഴവർഗ്ഗങ്ങളുണ്ട്, സ്വർഗീയമായ പൂന്തോട്ടങ്ങളുണ്ട്, സ്വർഗീയമായ അരുവികളുണ്ട്, നദികളുണ്ട്, മരങ്ങളുണ്ട്, വൃക്ഷങ്ങളുണ്ട്. അതിനിടയിൽ കാലാകാലം ഏറ്റവും വലിയ സന്തോഷത്തോടെ അങ്ങനെയുള്ള ആളുകൾക്കാണ് കഴിഞ്ഞുകൂടാൻ സാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലേ, മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം, രാജാതിരാജനായ റബ്ബ് മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ പടച്ച റബ്ബിനോട് ചോദിച്ചു, മൂസാ നബി, അല്ലാഹുവേ നീ എന്നെ കലീമാക്കിയല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സംസാരിച്ചു. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല നബിമാരുടെ കൂട്ടത്തിൽ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് രാജാതിരാജനായ റബ്ബിനെ, അള്ളാഹുവിനെ നേർക്കുനേരെ കണ്ടത് ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. അള്ളാഹിനെ കാണാൻ വല്ലാതെ മോഹിച്ച് ആഗ്രഹിച്ച ആളാണ് സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം. പക്ഷെ മൂസാ നബി അലൈഹിസ്സലാമിനെ കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ പടച്ച റബ്ബ് സംസാരിച്ചു. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് സംസാരിച്ചു. ആ വലിയ സ്ഥാനം കിട്ടിയ മൂസാ നബി അള്ളാഹിനോട് ചോദിച്ചു, പടച്ചവനെ, എനിക്ക് കിട്ടിയ ഈ പദവി ഇതേപോലെ നീ മറ്റാർക്കെങ്കിലും ഈ പദവി കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത്, മൂസ, ഞാൻ ഒരു വിഭാഗം ആളുകൾക്ക് നിനക്ക് തന്നതിനേക്കാൾ പദവി ഞാൻ കൊടുത്തു എന്നല്ല. അപ്പൊ അതൊന്ന് മനസ്സിലാക്കേണ്ടത്, 1,24,000 നബിമാരിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞാൽ ഇനി ഇബ്രാഹിം നബിയോ അതേപോലെ ഉന്നതന്മാരായ നബിമാരുണ്ടോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വയ്യ. പക്ഷേ ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം, കഴിഞ്ഞു പോയ മറ്റ് നബിമാർക്കൊന്നും കൊടുത്തിട്ടില്ല, മൂസാ നബിക്ക് മാത്രം കൊടുത്ത വലിയ ഫളലാണ്. കഴിഞ്ഞു പോയ മറ്റുള്ള ഉമ്മത്തികൾക്കും കൊടുത്തിട്ടില്ല, മൂസാ നബിക്ക് മാത്രം കൊടുത്ത ഒരു ഫളലാണ്. അല്ലാഹു നേർക്ക് നേരെ സംസാരിച്ചു എന്നത്. പടച്ചവനെ, എനിക്ക് തന്ന ഈ പദവി മറ്റാർക്കെങ്കിലും നീ കൊടുത്തിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അള്ളാന്റെ മറുപടി എന്താ? മൂസാ നബിയെ കൊടുക്കും. വരാൻ പോകുന്ന ഒരു ഉമ്മത്തിന്, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന്, ഈ സമുദായം, മുത്തുനബിയുടെ സമുദായം, അവർക്ക് റമദാൻ എന്നൊരു മാസം കൊടുക്കും. ആ റമദാൻ മാസത്തിൽ അവര് നോമ്പ് തുറക്കുന്ന നേരത്ത് എന്റെയും അവരുടെയും ഇടയിലുള്ള എല്ലാ മറകളും ഞാൻ നീക്കം ചെയ്യുമെന്ന് രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല, മൂസാ, ഞാനും നീയും സംസാരിക്കുമ്പോൾ എന്റെയും നിന്റെയും ഇടയിൽ 70,000 മറകളുണ്ട്. കാരണം ദുനിയാവിലെ ചെവി കൊണ്ടുള്ള കേൾവിയാണ്. അള്ളാഹുവിന്റെ സംസാരം, പടച്ച റബ്ബിന്റെ സംസാരം, കലാമ് നേർക്ക് നേരെ കേട്ടാൽ അടിച്ചു പോകും. രാജാതിരാജനായ റബ്ബിന്റെ നൂറിന്റെ ഒരു ഭാഗം, ഒരു ഒളിവ്, അള്ളാന്റെ നൂറാനിയത്തിന്റെ ഒരു ഭാഗം പ്രത്യക്ഷപ്പെട്ടപ്പോഴേക്ക് ജബൽ മൂസ എന്ന് ഇപ്പോഴും അറിയപ്പെടുന്ന പർവ്വതം, ഈജിപ്തിലേക്ക് കടന്നാൽ തൂരിസീനയിൽ
ബഹുമാനപ്പെട്ട സയ്യിദുന മൂസാ നബി അലൈഹിസ്സലാം ആ തൂരി സീനാ പർവ്വതവും സീനായി മരുഭൂമിയും ഒക്കെ ഉൾക്കൊള്ളുന്ന പ്രവിശാലമായ പ്രദേശത്ത് ജബൽ മൂസ എന്ന് അറിയപ്പെടുന്ന പർവ്വതം ഇപ്പോഴുമുണ്ട്. ആ പർവ്വതം കാണുമ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെടും ഖറ മൂസ സൈഖ, മൂസാ നബി അലൈഹിസ്സലാം ബോധരഹിതനായി വീണതും ആ പർവ്വതം പൊട്ടിപ്പിളർന്ന് അത് തകർന്ന് തരിപ്പണമായതും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമായ ഖുർആനിൽ സംസാരിച്ചു. ആ ഒരു തകർച്ച കിട്ടി എന്ന ആ ഒറ്റ കാഴ്ചയിൽ തന്നെ നമുക്ക് ബോധ്യപ്പെടുന്ന തരത്തിൽ ആ പർവ്വതം ഇപ്പോഴും നിലനിൽക്കുകയാണ് അല്ലേ? ആ പർവ്വതം തകർന്ന് തരിപ്പണമായി ഇപ്പോഴും ഒരു ദൃഷ്ടാന്തമായി നിലനിൽക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം ബോധരഹിതനായി അള്ളാന്റെ നൂറാനിയത്തൊരു വെളിച്ചത്തിന്റെ ആ ഒരു പ്രഭ കണ്ടപ്പോഴൊക്കെ പർവ്വതത്തിന് താങ്ങാൻ കഴിഞ്ഞില്ല, മൂസാ നബിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല, ബോധരഹിതനായി പോയി. പടച്ച റബ്ബിന്റെ സംസാരം നേർക്ക് നേരെ ഒരു മനുഷ്യനും മനുഷ്യ പ്രകൃതത്തോടു കൂടെ കേൾക്കാനും കഴിയൂല. മൂസാ നബി ഒരു നബി ആയിരുന്നിട്ട് പോലും അള്ളാഹു പറഞ്ഞു, ഞാൻ നീയുമായി സംസാരിച്ചപ്പോൾ 70,000 മറ ഉണ്ടായിരുന്നു, എന്നിട്ടാണ് ഞാൻ നിന്നോട് സംസാരിച്ചത്. എന്നാൽ അവസാനത്തെ നബി മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിമാര് അവര് യഥാർത്ഥത്തിലുള്ള നോമ്പ് നോറ്റാൽ ഒരു കേടുപാടും ഒരു ദോഷവും ഒരു തെറ്റുമില്ലാത്ത യഥാർത്ഥ നോമ്പ് അവര് നോറ്റു കഴിഞ്ഞാൽ ആ നോമ്പ് തുറക്കുന്ന ഇഫ്താറിന്റെ സമയത്ത് ഞാനും അവരും തമ്മിലുള്ള എല്ലാ മറകളും ഒഴിവാക്കുകയാണ്, ഞാനും അവരും തമ്മിലുള്ള എല്ലാ മറയും നീക്കം ചെയ്യുകയാണ്. മൂസാ നബിയെ, നിങ്ങളെക്കാൾ വലിയ സ്ഥാനം ഞാൻ ഉമ്മത്ത് മുഹമ്മദിന് നൽകുമെന്ന് മഹാനായ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ന് ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ. അപ്പോൾ എന്ത് വേണം? നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മളും അള്ളാഹും തമ്മിലുള്ള എല്ലാം മറയും നീങ്ങി. അപ്പൊ നമ്മൾ അള്ളാനെ കാണും എന്നല്ല അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ അള്ളാഹ് നമ്മോട് സംസാരിക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം ഒരു തടസ്സവുമില്ല, നമുക്ക് രാജാതിരാജനായ റബ്ബിനോട് പറയാനും അള്ളാഹുവിനോട് ദുആ ചെയ്യാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരമാണ് നോമ്പ് തുറക്കുന്ന നേരം, നോമ്പ് തുറന്ന സമയം എന്ന് ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് ദുആക്ക് ഏറ്റവും വലിയ ഉത്തരം ലഭിക്കും. ആ സമയത്ത് ദുആക്ക് ഏറ്റവും വലിയ ഉത്തരം ലഭിക്കും. എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ലിസ്സായിമി ഫർഹത്താനി, നോമ്പുകാരന് രണ്ട് വലിയ സന്തോഷമുണ്ട്, ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വ ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബി. രണ്ട് സന്തോഷം, ഒന്ന് നോമ്പ് തുറക്കുമ്പോൾ, മറ്റൊന്ന് അല്ലാഹുവിനെ കാണുമ്പോൾ. നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മള് നല്ല രുചികരമായ മനോഹരമായ പഴവർഗ്ഗങ്ങളും കരിച്ചതും പൊരിച്ചതും പായസങ്ങളും ജ്യൂസുകളും മധുര പലഹാരങ്ങളും നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണപാനീയങ്ങൾ, ശക്തമായ വിശപ്പും ദാഹവും, അതോടുകൂടെ ഇതൊക്കെ മുന്നിൽ കാണുമ്പോ ആ ദാഹം തീർക്കാനും കൊതിപ്പിക്കുന്ന ഭക്ഷണം കഴിക്കാനും വിശപ്പും ദാഹവും തീർക്കാനുള്ള അതൊരു സന്തോഷാണ്. അതും ദുനിയാവിലൊരു സന്തോഷമാണ്. പക്ഷെ ആ സന്തോഷമല്ല നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം എന്ന് മുത്തുനബി പരിചയപ്പെടുത്തിയത്. കാരണം എന്തുകൊണ്ട്? രണ്ട് സന്തോഷത്തെ കുറിച്ച് ഒന്നിച്ചു പറഞ്ഞു. ഒരു സന്തോഷം അള്ളാനെ കാണുമ്പോൾ ഉള്ള സന്തോഷമാണ്. ആ സന്തോഷവും ഈ സന്തോഷവും തമ്മിൽ യോജിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ ഇത് പറഞ്ഞത് ആരോടാ? നോമ്പുകാർക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊരു സന്തോഷമുണ്ട്, അള്ളാനെ കാണുമ്പോഴുള്ള സന്തോഷമുണ്ട് എന്ന് മുത്തുനബി ഇത് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോ ആ സ്വഹാബത്തിന്റെ മുന്നിൽ നമ്മുടെ മുന്നിൽ ഉള്ളതുപോലെ മനോഹരമായ 100,000 വിഭവങ്ങളൊന്നുമില്ലല്ലോ. ഇങ്ങനെയുള്ള പഴവർഗ്ഗങ്ങളില്ല, ഭക്ഷണപാനീയങ്ങളില്ല, മധുര പലഹാരങ്ങളില്ല. ആ സ്വഹാബത്തിന് ഒരു ഉണക്കക്കാരക്ക അല്ലെങ്കിൽ ഒരു ഉണക്കക്കാരക്കയുടെ ഒരു കഷ്ണം കിട്ടിയാലായി. അതുകൊണ്ട് നോമ്പ് തുറക്കുന്ന പട്ടിണിപ്പാവങ്ങൾ പച്ചവെള്ളം കൊണ്ട് നോമ്പ് തുറന്നു. അതേപോലെ ഒരു കാരക്ക ചീളുകൊണ്ട് പച്ചവെള്ളം കൊണ്ട് അത്താഴം കഴിച്ചു. അങ്ങനെ നോമ്പ് നോൽക്കുന്ന സ്വഹാബത്തിനോടാണ് പറയുന്നത്, നോമ്പ് തുറക്കുന്ന സമയത്തൊരു സന്തോഷമുണ്ട്, പടച്ചിറപ്പിനെ കാണുമ്പോഴുള്ള സന്തോഷവുമുണ്ട്. അപ്പോൾ ഉള്ള സന്തോഷം എന്താ? സന്തോഷം ഇതാണ്, ഒരു നോമ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷം. അൽഹംദുലില്ലാഹ് 2 മാസമായി
പഴയ കാലത്തെ മുൻഗാമികൾ 6 മാസം മുമ്പ് തുടങ്ങിയിരുന്നു എന്നാണ്. പഠിച്ചോനെ ബല്ലിഗനാ റമദാനിലേക്ക് എത്തിക്കണേ, നോമ്പ് നോൽക്കാൻ തൗഫീഖ് ചെയ്യണേ എന്ന്. അങ്ങനെ ദ്വയർന്ന് റമദാനിലേക്ക് എത്തി. അൽഹംദുലില്ലാ, ഒരുപാട് ഫضലുള്ള എത്രയോ വലിയ പ്രതിഫലങ്ങൾ കിട്ടുന്ന ഒരു നോമ്പ് എനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞല്ലോ. ഈ നോമ്പ് പൂർത്തിയായാൽ, ഈ നോമ്പ് അങ്ങ് സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ വലിയ നിഅമത്തുകളാ കിട്ടാൻ പോകുന്നത്. രാജാതിരാജനായ റബ്ബിന്റെ അർശിന്റെ ചുവട്ടിലുള്ള സൽക്കാരം അവർക്ക് കിട്ടുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനായ സയ്യിദുനാ റിദ്വാൻ അലൈഹിസ്സലാമിനോട് കൽപ്പിക്കുകയാണ്, റിദ്വാനെ, എന്റെ അടിമകൾ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരാണ് എന്റെ അടിമകൾ. മഹാനായ സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ കാന യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ, ഔഹല്ലാഹു ഇലാ റിദ്വാൻ അലൈഹിസ്സലാം, സ്വർഗ്ഗ കാവൽക്കാരനായ റിദ്വാൻ അലൈഹിസ്സലാമിന് അല്ലാഹു വഹി നൽകുകയാണ്. എന്താണ് വഹി എന്നറിയോ? പ്രിയപ്പെട്ട റിദ്വാൻ, അന്നീ അഖ്റജതു അസ്സായിമീന മിൻ ഖുബൂരിഹിം, നോമ്പുകാര് അവര് മഹ്ശറയിലേക്ക് വന്നിട്ടുണ്ട് റിദ്വാൻ, ഞാൻ അവരെ പുനർജനിപ്പിച്ചിട്ടുണ്ട് റിദ്വാൻ. അവര് ജാഇഈന ഉത്താശ, അവരൊരുപാട് വിശപ്പുണ്ടാവും സഹിച്ചവരാണ് എനിക്ക് വേണ്ടി. അതുകൊണ്ട് അവര് അർശിന്റെ ചോട്ടിലേക്ക് അവര് വരുമ്പോൾ സുഖലോക സ്വർഗത്തിൽ നിന്നുള്ള ഭക്ഷണപാനീയങ്ങളെ കൊണ്ട് അവരെ സ്വീകരിക്കണം. അപ്പോൾ അവര് ഇനി വിശപ്പുണ്ടാവും സഹിക്കരുത്, അവര് സ്വർഗത്തിലേക്ക് വരേണ്ടവരാണ്. അതുവരെ ഖബറിൽ നിന്ന് പുറപ്പെട്ട് മഹ്ശറയിലേക്ക് എത്തി, മഹ്ശറയിലെ ദീർഘമായ കാലം അത് കഴിഞ്ഞുകൊണ്ട് അവർ സ്വർഗത്തിലേക്ക് എത്തുമ്പോ ആ മഹ്ശറയിൽ എത്ര കാലമാണെങ്കിലും ദീർഘകാലം അവർക്ക് ഒരുപക്ഷെ വളരെ കുറഞ്ഞ സമയമായിരിക്കും. എന്നാലും പടച്ച റബ്ബ് പറയുകയാണ്, നോമ്പുകാരാ, അവര് ദുനിയാവിൽ ഭക്ഷണവും വിശപ്പും ഒക്കെ സഹിച്ച് ഭക്ഷണം ഒഴിവാക്കി വിശപ്പ് സഹിച്ച് ദാഹം സഹിച്ചവരാണ്. ഇനി അവര് മഹ്ശറയിൽ വിശപ്പ് സഹിക്കരുത്, ഇനി അവര് മഹ്ശറയിൽ ദാഹം സഹിക്കരുത്. അർശിന്റെ ചോട്ടിൽ അവർക്ക് പ്രത്യേകമായ സൽക്കാരം കൊടുക്കുകയാണ്. റിദ്വാൻ അലൈഹിസ്സലാം സ്വർഗത്തിലെ മലായികത്തിനോട്, സ്വർഗത്തിലെ കുട്ടികളോട്, അയ്യുഹൽ ഗിൽമാനു വൽ വിൽദാൻ, സ്വർഗത്തിലെ പരിചാരകനായ കുട്ടികളെ വിളിക്കുകയാണ്, സ്വർഗത്തിലെ പരിചാരകനായ മലായികത്തിനെ വിളിക്കുകയാണ്. എന്നിട്ട് റിദ്വാൻ അലൈഹിസ്സലാം കൽപ്പിക്കും, നല്ല മുന്തിയ ഭക്ഷണപാനീയങ്ങൾ നിങ്ങൾ കരുതണം, അത് നിങ്ങൾ മഹ്ശറയിലേക്ക് കൊണ്ടുപോകണം. അർശിന്റെ ചോട്ടില് നോമ്പുകാരുണ്ട്. അപ്പോൾ അവർ ചോദിക്കും, എങ്ങനെയാണ് ഞങ്ങൾ അവരെ തിരിച്ചറിയുക? റിദ്വാൻ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കും, അവരുടെ വായയുടെ ഗന്ധം പരിശോധിച്ചാൽ, അർശിന്റെ ചോട്ടിൽ നിൽക്കുന്നവരുടെ വായയുടെ ഗന്ധം ലഖലൂഫു ഫമിസ്സായിൻ അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള അവരുടെ വായയുടെ ഗന്ധം അത് നോക്കിയിട്ടാണ് ഈ സ്വർഗീയ പരിചാരകർ, സ്വർഗീയ മലായികത്ത് നോമ്പുകാരെ കണ്ടെത്തി അവർക്ക് അർശിന്റെ ചോട്ടിൽ പ്രത്യേകമായ സൽക്കാരം കൊടുക്കുക എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ബാബു തൗബയുണ്ട്, ബാബു റയ്യാനുണ്ട്, പടച്ച റബ്ബിന്റെ ലിഖാ ഉണ്ട്, എന്തൊക്കെ വലിയ നിഅമത്തുകൾ. ഇതൊക്കെ കിട്ടാൻ പോകുന്ന ഒരു നോമ്പ് എനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷമാണ് നോമ്പ് തുറക്കുമ്പോൾ മുഅ്മിനിന്റെ ഈമാനികമായ ആത്മീയമായ സന്തോഷം, ഭൗതികമായ സന്തോഷമല്ല. നമ്മൾ 2 നോമ്പ് തുറന്നു, 3ാമത്തെ നോമ്പിലാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ അങ്ങനെ ആഗ്രഹിക്കണം, ചിന്തിക്കണം. ഇന്നത്തെ ഈ നോമ്പ് നമ്മൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പിന്നെയും ആയുസ് തന്നു, ഈ റമദാനിലേക്ക് പിന്നെയും നമ്മെ എത്തിച്ചു. ഇങ്ങനെയുള്ള പുണ്യമായ കർമ്മങ്ങളിലൊക്കെ നമുക്ക് പങ്കെടുക്കാനായി സാധിച്ചു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യട്ടെ. മൻ ഹളറ മജ്ലിസൻ മിൻ മജാലിസിൽ ദിക്ർ ഫീ റമദാൻ, റമദാൻ മാസമായി കഴിഞ്ഞാൽ ഒരു ദിക്റിന്റെ മജ്ലിസിൽ ഒരാൾ പങ്കെടുത്താൽ, ഇൽമിന്റെ മജ്ലിസിൽ ഒരാൾ പങ്കെടുത്താൽ, ഇൽമിന്റെ മജ്ലിസ് തന്നെയാണ് ദിക്റിന്റെ മജ്ലിസ്. കാരണം ഇൽമ് അത് ദിക്റാണ്, ഖുർആൻ അത് ദിക്റാണ്. അതിന്റെ അർത്ഥം അല്ലാഹനെ ഓർക്കുന്ന, ഈമാൻ വർദ്ധിപ്പിക്കാൻ കാരണമാകുന്ന, അല്ലാഹനെ ഓർമ്മ വരുന്ന, പടച്ചവനെ പേടിക്കുന്ന, തഖ്വ വർദ്ധിക്കുന്ന ഒരു മജ്ലിസ്, ഒരു സദസ്സ് അല്ലേ? അല്ലാഹുവിലുള്ള ഈമാൻ വർദ്ധിക്കുന്ന ഒരു മജ്ലിസ്
മജ്ലിസിൽ, ഒരു സദസ്സിൽ റമദാൻ മാസത്തിൽ ഒരാൾ പങ്കെടുത്തു കഴിഞ്ഞാൽ അവൻ ഇങ്ങോട്ട് വരുന്ന, അങ്ങനെയുള്ള സദസ്സിലേക്ക് വരുന്ന, അങ്ങനെയുള്ള സദസ്സുകളിലേക്ക് പോകുന്ന ഓരോ ചവിട്ടടിക്കും ഓരോ ഇബാദത്തിന്റെ പ്രതിഫലം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. നബി പറയാ, അവൻ നാളെ അർശിന്റെ ചോട്ടിൽ എന്റെ കൂടെയായിരിക്കും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അർശിന്റെ ചോട്ടിൽ 7 വിഭാഗം ആളുകൾ. അർശിന്റെ ചോട്ടിൽ അമ്പിയാക്കളുണ്ട്, ഔലിയാക്കളുണ്ട്, ഗൗസികളുണ്ട്, ഖുത്ബീങ്ങളുണ്ട്, അബ്ദാലുണ്ട്, നഖബാണ്ട്, നജ്ബാണ്ട്, മഹാന്മാരൊക്കെ ഉണ്ട്. എല്ലാ മഹാന്മാരും അർശിന്റെ ചോട്ടിലുണ്ട്. ആ അർശിന്റെ ചോട്ടിൽ കോടിക്കണക്കിന് ആളുകൾ അണിനിരക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ അർശിന്റെ ചോട്ടിലും ആവാന്ന് പറഞ്ഞാൽ എത്ര വലിയ പദവിയാണ്. അർശിന്റെ ചോട്ടിൽ മുത്തുനബി എവിടെയാണ്? ഏറ്റവും ഉന്നതമായ സ്ഥാനത്താണല്ലോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അർശിന്റെ ചുവട്ടിൽ എന്നോട് കൂടെയായിരിക്കും അവൻ റമദാനിൽ പടച്ച റബ്ബിന്റെ ദിക്ർ വർദ്ധിപ്പിക്കുന്ന, ആത്മീയത വർദ്ധിപ്പിക്കുന്ന ഒരു മജ്ലിസിൽ ഒരാൾ പങ്കെടുത്താൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അർശിന്റെ ചോട്ടിൽ ഉണ്ടാകും. അർശിന്റെ ചോട്ടിൽ അല്ലാത്ത സമയത്തും ഉണ്ടാവും അല്ലെ? അർശിനോട് ചേർന്ന് മുത്തുനബിക്ക് പ്രത്യേകമായ മിമ്പർ സ്ഥാപിക്കപ്പെടും. മുത്തുനബി ശഫാഅത്ത് ചെയ്യും. അല്ലാഹുവിന്റെ റസൂൽ ഹൗദുൽ കൗസർ മുക്കി കൊടുക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരുപാട് സ്ഥാനമാനങ്ങൾ മഹ്ശറയിലുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ അർശിന്റെ ചോട്ടിൽ വരുമ്പോൾ ആ മുത്തുനബിക്ക് ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ് അർശിന്റെ ചുവട്ടിൽ. അവിടെ നമുക്ക് പങ്കെടുക്കാൻ അവസരം കിട്ടുന്നത് നല്ല നിയ്യത്തോടുകൂടെ, നല്ല ഇഖ്ലാസോടുകൂടെ ഇങ്ങനെയുള്ള ആത്മീയമായ സദസ്സുകളിൽ, ഇൽമിന്റെയും ദിക്റിന്റെയും തഖ്വയുടെയും സദസ്സുകളിൽ, മജ്ലിസുകളിൽ റമദാനിൽ പങ്കെടുക്കുന്നവർക്കാണ്. റമദാൻ മാസത്തിൽ 5 വഖത്തും ഒരാളെ ജമാഅത്ത് നിത്യമാക്കി. ജമാഅത്ത് നഷ്ടപ്പെടരുത്, ഒരു കണിശതയാണ്. നിസ്കരിക്കൂല എന്നല്ല, നിസ്കരിക്കും. പക്ഷേ എന്ത് ബുദ്ധിമുട്ട് സഹിച്ചാലും, കച്ചവടക്കാരാണെങ്കിലും ജോലിക്കാരാണെങ്കിലും എങ്ങനെയാണെങ്കിലും റമദാനിൽ 5 വഖത്തും ജമാഅത്തായിട്ട് തന്നെ നിർവഹിക്കൂ എന്ന ദൃഢപ്രതിജ്ഞ ചെയ്തു. ഒറ്റക്ക് നിസ്കരിക്കൂല. വീട്ടിൽ നോമ്പുറക്കാണെങ്കിലും കുട്ടികളൊക്കെ കൂടെ ജമാഅത്തായിട്ട് നിസ്കരിക്കൂ, അല്ലെങ്കിൽ തൊട്ടടുത്ത പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കും. പുരുഷന്മാർക്കാണല്ലോ ജമാഅത്തിന്റെ ബാധ്യത. അപ്പോൾ നമ്മെ കുറിച്ചാണ് ഈ ചർച്ച. റമദാനിൽ പ്രത്യേകിച്ച് ഒരാൾ ജമാഅത്ത് നിത്യമാക്കിയാൽ ഓരോ റകഅത്തിനും ഓരോ പട്ടണം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗ്ഗത്തിൽ പ്രത്യേകമായ സ്വർഗീയ പ്രകാശം കൊണ്ടുള്ള പട്ടണങ്ങൾ. ഒരു ദിവസം 17 റക്അത്ത്, അപ്പോൾ 30 ദിവസം. ഓരോ റക്അത്തിന്റെ എണ്ണം കണ്ട്, ഓരോ റക്അത്തിന്റെ എണ്ണം കണ്ട് മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. ചിന്തിച്ചു നോക്ക് എന്ന് പറഞ്ഞാൽ 500-ലധികം വരുന്ന പട്ടണങ്ങൾ, കൊട്ടാരങ്ങളല്ല. നാളെ സുഖലോക സ്വർഗത്തിൽ 500-ലധികം വരുന്ന ടൗണുകൾ. അല്ലേ? മനുഷ്യന്റെ ദുനിയാവിലും അങ്ങനെ തന്നെയാണല്ലോ. മനുഷ്യന് സത്യത്തിൽ ഒരു മനുഷ്യന് കിടന്നുറങ്ങാൻ എത്ര സ്ഥലം വേണ്ടത്? ഒരു മനുഷ്യന് കക്കൂസ് പോകാൻ എത്ര സ്ഥലം വേണ്ടത്? ഒരു മനുഷ്യന് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ എത്ര സ്ഥലം വേണ്ടത്? ആ ഭക്ഷണം ഉണ്ടാക്കാൻ എത്ര സ്ഥലം വേണ്ടത്? പക്ഷെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആഗ്രഹിക്കുന്നവനും അഭിമാനം കൊള്ളുന്നവനുമാണ്. എനിക്ക് 10 ഏക്കർ ഭൂമിയുണ്ട്, അവനും ആഗ്രഹിക്കുന്ന ഒരു 100 ഏക്കർ എവിടെങ്കിലും കിട്ടുമോ എന്നാണ്. അല്ലേ? എന്തിനാണ് ഇവന് 100 ഏക്കറ എന്ന് ചിന്തിച്ചാൽ അതിന് മറുപടി ഒന്നുമില്ല. മനുഷ്യന്റെ സ്വഭാവമാണ് അത്. നമുക്ക് ഇതൊക്കെ എന്റെയാണ്, അതൊരു മനസ്സ്. ഒന്നും വേണ്ട, ഒന്നുമില്ലെങ്കിലും പിന്നെ ആയിരക്കണക്കിന് തെങ്ങുകളുള്ള ഒരു 50 ഏക്കർ ഒരു തെങ്ങും തോപ്പുണ്ടെങ്കിൽ ഇതൊക്കെ എന്റെയാണ്. അല്ലെ? ഇനി ഒരു വരുമാനമല്ല, എന്നാലും ഇതൊക്കെ എന്റെയാണ്. ആ ഒരു സന്തോഷം ഉണ്ടല്ലോ മനുഷ്യന്. അല്ലേ?
ഏക്കർ കണക്കിന് എത്ര കിട്ടിയാലും അത് മനുഷ്യന് മതിയാവുകയില്ല. അങ്ങനത്തെ ഒരു മനസ്സാണ്. സ്വർഗത്തിൽ എന്തിനാണ് ഇപ്പൊ 500 പട്ടണം എന്ന് ചോദിച്ചാൽ അല്ലേ, ദുനിയാവിൽ നിനക്ക് കിട്ടിയാ നീ വാങ്ങൂലേ? കേരളത്തിലെ 500 ടൗണുകൾ അതൊക്കെ നിന്റെ പേരിലാക്കി തന്നാൽ വേണ്ടെന്ന് പറയോ? അല്ലേ? കേരളത്തിലെ 500 ടൗണുകൾ, വലിയ വലിയ തിരുവനന്തപുരവും കൊച്ചിയും അതേപോലെ തൃശ്ശൂരും കോഴിക്കോടും അങ്ങനെ നമ്മളെ ഒപ്പം പട്ടാമ്പിയും ഒക്കെ സ്വന്തം മുഴുവൻ നിന്റെ പേരിലുണ്ടാക്കി വേണ്ടെന്ന് ആരെങ്കിലും പറയോ? ആരും പറയില്ലല്ലോ. എന്തിനാണ് ഇതൊക്കെ കൂടെ ഞാൻ എന്താ ചെയ്യാന്ന് മനുഷ്യൻ ചിന്തിക്കൂല. അങ്ങനെ ഒരു ചിന്ത മനുഷ്യന് വരൂല. അത് എന്തിനാന്ന്. പക്ഷെ ഇതൊക്കെ ഉണ്ടായാൽ മനുഷ്യന്റെ സന്തോഷാണ്. കാരണം എവിടെ ഇതൊക്കെ എന്റെ അധികാരമാണ്. സ്വർഗത്തിൽ നമ്മുടെ അധികാരത്തിൽ, സ്വർഗം എന്ന് പറഞ്ഞാൽ തന്നെ വലഹുമായ ഉദ്ദേശിച്ചത് മുഴുവനും നടക്കുന്ന സ്ഥലമാണ്. അവിടെ നമ്മുടെ സ്വന്തം, നമുക്ക് സ്വന്തമായി നമ്മളാണ് അവിടുത്തെ അധികാരി. അങ്ങനെയുള്ള 500-ലധികം വരുന്ന പട്ടണങ്ങൾ റമദാൻ മാസത്തിലെ 5 വഖത്തും ജമാഅത്തായി ഒരാൾ നിർവഹിച്ചാൽ ഓരോ റകഅത്തിനും സ്വർഗത്തിലെ ഓരോ പട്ടണങ്ങളാണ്. അപ്പോൾ 30 ദിവസം കൊണ്ട് 500-ലധികം വരുന്ന ടൗണുകൾ, പട്ടണങ്ങൾ ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുന്ന ഒരു സായിമിന്, ഒരു നോമ്പുകാരന് ലഭിക്കുമെന്ന് ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ഒമൻ ബർറ വാലിദൈഹി, ഒരാൾ റമദാൻ മാസത്തിൽ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്താൽ നളറല്ലാഹു ഇലൈഹി ബിർറഅഫതി വറഹ്മ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് ഏറ്റവും വലിയ കൃപയോടെയും കാരുണ്യത്തോടെയും നോക്കും എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവന്റെ കഫീലാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ ഒരാളുടെ കഫാലത്ത് ഏറ്റെടുത്താൽ അല്ലേ, മുത്തുനബി നമ്മെ ഏറ്റെടുത്ത കഫീലായാൽ പിന്നെ മുഅ്മിനെ ഒന്നും വേണ്ട. മഹാന്മാരൊക്കെ ആഗ്രഹിച്ചതാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്നേഹത്തോടെ കാരുണ്യത്തോടെ ഒന്ന് നോക്കി കിട്ടിയാൽ. മഹാന്മാരെ ഏറ്റവും പേടിച്ചത് പടച്ച റബ്ബ് ദേഷ്യപ്പെടുന്നതും അല്ലാഹു നോക്കാതിരിക്കുന്നതുമാണ്. സ്വർഗൊന്നും അല്ല വിഷയം. പടച്ച റബ്ബ് പൊരുത്തത്തോടെ റഹ്മത്തോടെ സ്നേഹത്തോടെ ഒന്ന് നോക്കി കിട്ടിയാൽ മുഅ്മിൻ രക്ഷപ്പെട്ടു. മാതാപിതാക്കൾക്ക് റമദാനിൽ ഗുണം ചെയ്താൽ, ഉമ്മാക്കും ഉപ്പാക്കും ഗുണം ചെയ്താൽ 2 നേട്ടങ്ങളാ മുത്തുനബി പറഞ്ഞത്. ഒന്ന്, അല്ലാഹു അവനെ ഏറ്റവും വലിയ കാരുണ്യത്തോടെ റഹ്മത്തോടെ നോക്കും. മറ്റൊന്ന്, ഞാനാണ് അവന്റെ കഫീൽ, ഞാനാണ് അവന്റെ കഫാലത്ത് ഏറ്റെടുത്തവൻ എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കഫീൽ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം ഏറ്റെടുത്തവൻ, എല്ലാം ഏറ്റെടുത്ത് പിന്നെ ഒന്നും പേടിക്കണ്ടല്ലോ അല്ലെ. നമ്മളെ ഒരാളെ ഏറ്റെടുത്ത് കൈപിടിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ പിന്നെ നമുക്കൊന്നും ബേജാറാവേണ്ട ആവശ്യമില്ല. ഏത് തിരക്കുള്ളോടത്തും ഏത് ബേജാറിലോടത്തും നമ്മൾ ഒരാളെ കയ്യുമ പിടിച്ചതാണെങ്കിൽ പിന്നെ നമുക്ക് ഫ്രീ, നമ്മുടെ മനസ്സ് ഫ്രീ ആണ് അല്ലേ. നമ്മള് നല്ല തിരക്കുള്ള കാലത്ത് ഹജ്ജിന് പോയി, ആ തിരക്കിന്റെ ഇടയിലൂടെ നമ്മുടെ കൂടെ ഭാര്യ ഉണ്ട്. അപ്പോൾ ഓൾക്കെന്താ ബേജാറ്? നമുക്കല്ല ബേജാറ് അല്ലേ. കൂട്ടം തെറ്റിപ്പോ ഓൾക്കൊരു ബേജാറുമില്ല. ഓളെ അങ്ങനെ സന്തോഷിച്ച് അങ്ങനെ അല്ലെ. നമ്മളെ കുട്ടികളെ കൂടെ, കുട്ടികൾക്കൊരു ബേജാറില്ലല്ലോ, ടെൻഷനൊന്നുമില്ലല്ലോ. കാരണം ബേജാറ് നമുക്കാണ്. കാരണം നമ്മളെ കയ്യും വേണം, അല്ലെങ്കിൽ നമ്മുടെ ഊരക്കാണ് അവർ പിടിച്ചിട്ടുള്ളത്. നമ്മളാണ് അവരുടെ കഫീൽ. ബേജാറ് നമുക്കാണ്. നമുക്കൊരു കഫീൽ ഉണ്ടായ പിന്നെ ഒരു ബേജാറില്ലല്ലോ. മഹ്ശറയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ കഫീലായാൽ അൽഹംദുലില്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ റസൂൽ ഞാൻ നിങ്ങൾക്ക് ശഫാഅത്ത് ചെയ്തു വിടുന്നല്ല അല്ലേ. ശഫാഅത്ത് ചെയ്തിട്ട് പഠിച്ചോനെ ഇവര് രക്ഷപ്പെടുത്ത്, ശഫാഅത്ത് ശരി, ഒരു തുള്ളി വെള്ളം കുടിച്ച് ഒരു കപ്പ് ഔദുൽ ഖദർ മുക്കി നനഞ്ഞു പോയിക്കോ അല്ല, അവിടെ അവസാനിച്ചില്ല. സ്വർഗത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന ഒരു മുത്തുനബി നമ്മുടെ കഫീലാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്താണ് അത് കിട്ടാനുള്ള വഴി? റമദാനിൽ മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യണം? ഗുണം ചെയ്യണം അല്ലേ. ഏതാ നമ്മുടെ വീട്ടിൽ വരുന്ന സാധുക്കൾക്കൊക്കെ 50 100 കൊടുത്തു, അതേപോലെ ഉമ്മാക്കും വാപ്പാക്കും കൊടുത്തു 50 100 നോട്ട് പോരാ. അങ്ങനല്ലല്ലോ അല്ലെ. പല ആളുകളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. ചിലപ്പോൾ മറ്റുള്ളവരോട് വല്ല കടപ്പാടോ അവരോടുള്ള സ്നേഹമോ കാരണത്താൽ മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്ന അത്ര പോലും ഉമ്മാക്കും വാപ്പാക്കും കൊടുക്കൂല. കാരണം നമ്മളെന്താ ചിന്തിക്കുക? ഉമ്മാക്ക് ഇപ്പൊ എന്താ, എന്തിനായി? വാപ്പാക്ക് ഇപ്പൊ എന്താ ചെലവ്? വാപ്പാന്റെ എല്ലാ ചെലവും നോമ്പറക്കാൻ ഞാൻ കൊടുക്കുന്നുണ്ട്, നമ്മുടെ ഭാര്യ ഉണ്ടാക്കുന്നുണ്ട്, വാപ്പ തിന്നുന്നുണ്ട്, അത്താഴത്തിന് കൊടുക്കുന്നുണ്ട്,
വാപ്പാന്റെ എല്ലാ ചെലവും നമ്മൾ നടത്തുന്നുണ്ട്, എല്ലാ സൗകര്യം. പിന്നെ വാപ്പാക്ക് ചെലവ് നമ്മൾ നോക്കി കാണുന്നില്ലല്ലോ, പിന്നെ തന്നെ വാപ്പാക്ക് പൈസ അല്ലേ? അപ്പൊ വാപ്പാക്ക് കൊടുക്കൂല, അമ്മാക്ക് കൊടുക്കൂല, മറ്റുള്ളവർക്കൊക്കെ കൊടുക്കും, അയൽവക്കക്കാര് വരും, സാധുക്കൾ അവർക്കൊക്കെ കൊടുക്കും. ഇതിങ്ങനെ കാണുമ്പോ വാപ്പാക്ക് സങ്കടം ഉണ്ടാവും. നമ്മൾ ചിന്തിക്കണം, അങ്ങനെ നമ്മൾ ചിന്തിക്കാനേ പാടില്ല. ആവശ്യമുണ്ടോ അല്ലേ എന്ന് നമ്മൾ ആലോചിക്കരുത്. നമ്മുടെ ഉമ്മാക്കും വാപ്പാക്കും നമ്മൾ കൊടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അവരെ സന്തോഷിപ്പിക്കണം, അവരെ സന്തോഷിപ്പിക്കണം. ഇനി കൊടുക്കാനെങ്കിലും അവരെടുത്ത് കൊടുക്കാം, അങ്ങനെ ഉണ്ടല്ലോ അല്ലെ? നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ വരുമ്പോ വാപ്പാനെ കൊണ്ട് കൊടുപ്പിക്കാം. എങ്ങനെയല്ല, ഒരാളിങ്ങനെ വാങ്ങാൻ വന്നു, എന്നിട്ട് വാപ്പാനെ വാപ്പ തന്നെ കൊടുത്തലെന്നാണ് കൊടുക്കല്ല, അങ്ങനെയല്ല. അപ്പൊ ഓന് മനസ്സിലാവും ഇത് ഇപ്പം തന്നെ തരുന്നത്. വാങ്ങണോന്ന് തോന്നണ ഇത് ആരാണ് തരുന്നത്? വാപ്പയാണ് തരുന്നത്. വാങ്ങണോന്ന് തോന്നണ ഇത് ഉമ്മയാണ് തരുന്നത് എന്ന് പറഞ്ഞാൽ ഉമ്മാക്കും വാപ്പക്കും ഒരു അധികാരം കൊടുക്കും. ഈ വീട്ടിലെ ഉമ്മ ഞാനാണ്, വാപ്പ ഞാനാണ്. അപ്പോൾ ഈ വീട്ടിൽ ഒരാൾ കയറി വരുമ്പോ ആ ഉമ്മാക്ക് വാപ്പാക്ക് അവിടെ ഒരു അധികാരം, ആരെങ്കിലും വരുമ്പോ കൊടുക്കാനും സൽക്കരിക്കാനും അതിനൊക്കെ ഉള്ള ഒരു അധികാരം ആ ഉമ്മാക്കും വാപ്പാക്കും കൊടുക്കണം. അവർക്ക് അതിലൊക്കെ ഉണ്ടാവുന്ന സന്തോഷം, അവരെ ഉമ്മയെയും വാപ്പയും എങ്ങനെയാണോ സന്തോഷിപ്പിക്കാൻ കഴിയുക അങ്ങനെ അവരെ സന്തോഷിപ്പിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവിടെ നമ്മുടെ ചിന്തക്ക് യാതൊരു പ്രസക്തി ഇല്ല. ഉമ്മാക്ക് എന്തിനാ പൈസ, ഉമ്മാക്ക് എന്തിനാ, വാപ്പാക്ക് എന്തിനാ നമ്മൾ ചിന്തിക്കരുത്. മരുന്ന് നമ്മൾ വാങ്ങിക്കൊടുക്കണില്ലേ, നമ്മൾ തിന്നാൻ കൊടുക്കണില്ലേ, ഡ്രസ്സ് നമ്മൾ വാങ്ങിക്കൊടുക്കണില്ലേ, ഒരു ചെലവില്ലല്ലോ എന്ന് ആലോചിക്കരുത്. അവർക്ക് ആവശ്യമില്ലെങ്കിൽ വേണ്ട, അവരെ സന്തോഷിപ്പിക്കാനുള്ള വഴി അത് പണം കൊടുത്തിട്ടാണോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുത്തിട്ടാണോ, അങ്ങനെ അവരെ നമ്മൾ സന്തോഷിപ്പിക്കണം. അവരോട് സന്തോഷത്തോടെ പെരുമാറണം, അവരോട് സന്തോഷത്തോടെ സംസാരിക്കണം. വെറും കൊടുക്കൽ മാത്രമല്ല, അവരോടുള്ള പെരുമാറ്റം. മക്കളെ കാണുമ്പോൾ ഉമ്മാക്കും വാപ്പാക്കും സന്തോഷം വരണം. മക്കളുടെ വർത്താനം കേൾക്കുമ്പോൾ ഉമ്മാക്കും വാപ്പാക്കും സന്തോഷം വരണം. ആ സന്തോഷം അതാണ് ഏറ്റവും പ്രധാനം. അതാണ് ഗുണം ചെയ്യാന്ന് പറഞ്ഞാൽ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വമാ മിൻ ഇംറാത്തിൻ തത്ലുബു റിദാ സൗജിഹാ ഫീ റമളാൻ. റമളാൻ മാസത്തിൽ ഒരു പെണ്ണ് തന്റെ ഭർത്താവിനെ സന്തോഷിപ്പിച്ചാൽ, പെണ്ണുങ്ങൾക്കുള്ളതാണ്, പെണ്ണ് ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിച്ചാൽ, ഇല്ലാ കാന ലഹാ ഇൻദല്ലാഹി സവാബു മറിയമ വ ആസിയ, നാളെ സ്വർഗത്തിൽ മറിയം ബീവിക്കും ആസിയ ബീവിക്കും എന്ത് കൂലിയാണോ അള്ളാഹ് കൊടുക്കുക ആ കൂലിയാണ് റമദാൻ മാസത്തിൽ ഭർത്താവിനെ സന്തോഷിപ്പിച്ച ഭാര്യമാർക്ക്. അല്ലെ, റമദാനിൽ ഭർത്താവിനെ സന്തോഷിപ്പിക്കുക, ഭർത്താവിന് ആവശ്യമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, ഭർത്താവിന് റാഹത്താകുന്ന രൂപത്തിൽ പെരുമാറുക. റമദാനിൽ പ്രത്യേകിച്ച്, അല്ലാത്ത സമയത്തും എപ്പോഴും വേണം. ഇത് റമദാനാണല്ലോ, റമദാനിൽ ഭർത്താവിനെ സന്തോഷിപ്പിച്ചാൽ കൂടുതൽ കൂലി കിട്ടും എന്ന് മനസ്സിലാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഭർത്താക്കന്മാരെ സന്തോഷിപ്പിക്കണം. ഇൻഷാ അല്ലാഹ് ഇതിപ്പോ മൊയ്ലര് നിങ്ങൾ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, പെണ്ണുങ്ങളെ ക്ലാസ്സിന് പറഞ്ഞോളാം. എന്നാലും നമുക്കും പോയി പറയാം അല്ലെ, ഇങ്ങനെ ഉസ്താദ് പറഞ്ഞു എന്ന് പറയാം, പെണ്ണുങ്ങളോട് എന്ന് പറയാം. എടിയേ, റമദാൻ ആയാൽ എന്നെ കൂടുതൽ സന്തോഷിപ്പിച്ചാൽ നാളെ മറിയം ബീവിക്കും ആസിയ ബീവിക്കും ഒക്കെ കിട്ടുന്ന വലിയ കൂലിയാണ്. കാരണം അവരൊക്കെ സ്വർഗത്തിലെ നായികമാരാണ്, സ്വർഗത്തിലെ സാധാരണ പെണ്ണുങ്ങളല്ല, സ്വർഗത്തിലെ നേതാക്കളാണ് മറിയം ബീവി ആസിയ ബീവിയും. അവർക്കൊക്കെ കിട്ടുന്ന കൂലി കിട്ടുന്ന മൊയ്ലിയാർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തോളൂ. പിന്നെ മാത്രല്ല, ഈ ക്ലാസ് ഇപ്പോൾ പെണ്ണുങ്ങളും കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉള്ളതുപോലെ നമ്മുടെ ക്ലാസ് റൂമിലൂടെ, സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ, SKICR-ലൂടെ, അതേപോലെ ലൈവായി തന്നെ ഇന്നത്തെ സാങ്കേതിക സംവിധാനങ്ങൾ യൂട്യൂബിലൂടെ ഒക്കെ നമ്മുടെ പരിപാടി എല്ലാ ദിവസവും സംപ്രേഷണം, ഗൾഫിലും മറ്റുമൊക്കെ സഹോദരന്മാർക്ക് സഹോദരിമാർക്ക് ഒക്കെ കാണാനുള്ള വീടുകളിലും സൗകര്യം ഉണ്ടെങ്കിൽ അവർക്ക് കേൾക്കാനുള്ള സൗകര്യം ഉണ്ട്. യൂട്യൂബില് പിന്നെ കൊപ്പം റമദാൻ പ്രഭാഷണം എന്ന് അടിച്ചു കൊടുത്താൽ ലൈവായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ കേൾക്കാൻ പറ്റുന്ന ഒത്തിരി യൂട്യൂബിൽ സംവിധാനം ഉണ്ട്.
അതേപോലെ നമ്മുടെ ക്ലാസ് റൂമിലൂടെ അത് കേൾക്കാൻ കഴിയും. നെറ്റ് സംവിധാനത്തിലൂടെ ഗൾഫിലൊക്കെ ധാരാളം ആളുകൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പള്ളിയിൽ നമുക്ക് ഈ മജ്‌ലിസ് കൊണ്ട് ഏത് വലിയ പ്രതിഫലം കിട്ടുന്നുവോ അതേപോലെ വീടുകളിലോ അല്ലെങ്കിൽ ഗൾഫ് നാടുകളിലോ ഒക്കെ ആ ക്ലാസ് റൂമിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ ആരൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുവോ, ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുവോ, അവർക്കും ഈ മജ്‌ലിസിന്റെ ഏറ്റവും വലിയ പ്രതിഫലം നമുക്കും അവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് സഹോദരിമാരും ഇത് കേൾക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പറയുന്നത്. മറിയം ബീവിക്കും ആസിയ ബീവിക്കും കിട്ടുന്ന കൂലിയാണ് റമദാൻ മാസത്തിൽ ഭർത്താക്കന്മാരെ സന്തോഷിപ്പിച്ചാൽ. അല്ലേ, ചില പെണ്ണുങ്ങൾക്കും നമ്മളമാതിരി തന്നെ നോമ്പ് വൈകുന്നേരം ആകുമ്പോൾ ദേഷ്യമൊക്കെ കൂടും അല്ലേ. അപ്പൊ പിന്നെ നമ്മളും അങ്ങോട്ട് വല്ലാതെ ചെല്ലൂല, കാരണം ഓൾക്ക് നോമ്പാണ്, ഇപ്പൊ ചെന്നാൽ ചിലപ്പോ പ്രശ്നമാവും. അപ്പൊ നമുക്കും പേടിയാണ് അല്ലെ. ചില ആളുകൾ അങ്ങനെയാണ്, അങ്ങോട്ട് ചിലപ്പോ എന്തെങ്കിലും ഒന്ന് ചാടി അങ്ങോട്ട് അതിനേക്കാൾ ഡബിൾ ചാടും. അപ്പൊ പിന്നെ മുണ്ടൂല, ഓളോട് നമ്മൾ ആഗ്രഹം പറയൂല. എടി ഇന്ന് നോമ്പറക്കുമ്പോ ഇന്നത് വേണമെന്ന് പറയൂല. ഓളെ എന്താ ഉണ്ടാക്കണം ഉണ്ടാക്കട്ടെ, അതുകൊണ്ട് മുണ്ടാതെ അത് പോയി തിന്ന് കുടിച്ച് മുണ്ടാതെ അത്താഴം കഴിച്ചിട്ട് അല്ലേ. അപ്പൊ നോമ്പായ പൊതുവെ എല്ലാവർക്കും ഒരു ദേഷ്യവും പിന്നെ ഒക്കെ കൂടുന്ന ഒരു കാലാണ്. ആ രൂപത്തിലാവരുത്. ഭർത്താക്കന്മാരും ഭാര്യമാരും സ്വഭാവം നന്നാക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തൃപ്തിപ്പെടുത്താനാണ്, സന്തോഷം കൂടുതൽ പ്രകടിപ്പിക്കാനാണ് റമദാൻ ശരീഫിനെ ഉപയോഗപ്പെടുത്തേണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വമൻ ഖളാ ഹാജത മുസ്ലിമിൻ ഫീ റമദാൻ, റമദാൻ മാസത്തിൽ ഒരു മുസ്ലിമിന്റെ ആവശ്യം ഒരാൾ നിറവേറ്റി കൊടുത്താൽ അവന്റെ 1,00,000 എന്നല്ല, അല്ലെങ്കിൽ 10,00,000. അൽഫ് അൽഫ് എന്ന് പറഞ്ഞാൽ അല്ലെ 1000 × 1000 ആണ്. അപ്പോൾ 10,00,000 ആണ്. അവന്റെ 10,00,000 ആവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി കൊടുക്കും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ തസദ്ദഖ ഫീഹി ബിസദഖത്തിൻ ഇലാ ഫഖീരിൻ ദീ ഇയാലിൻ, മക്കളും കുടുംബങ്ങളുമുള്ള, മക്കളെ പോറ്റുന്ന കുടുംബങ്ങളുള്ള ഒരു ഫഖീറിന്, ഒരു പാവപ്പെട്ടവർ റമദാനിൽ ഒരാൾ സദഖ കൊടുത്താൽ കതബല്ലാഹു ലഹു അൽഫി ഹസന, ആയിരക്കണക്കിന്, അങ്ങനെയും പറയാം, അല്ലെങ്കിൽ 1000 × 1000 എന്ന് കണക്കൂട്ടിയിട്ട് 10,00,000 എന്ന് പറയാം. ആയിരക്കണക്കിന് ഹസനത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തും. ഒരു മുസ്ലിമിന്റെ ഒരു ആവശ്യം റമദാനിൽ നിറവേറ്റി കൊടുത്താൽ, ഒരു മുസ്ലിമിന്റെ ഒരു ആവശ്യം നിവർത്തിച്ചു കൊടുത്താൽ ആയിരക്കണക്കിന് ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കും. ഒരു പാവപ്പെട്ടവൻ, ഒരു ഫഖീറിന്, കുടുംബം പോറ്റുന്ന ഒരു ഫഖീറിന് ഒരാള് സദഖ ചെയ്താൽ ആയിരക്കണക്കിന് ഹസനാത്ത് അവന്റെ കിതാബിൽ അല്ലാഹു രേഖപ്പെടുത്തും. മാത്രമല്ല ആയിരക്കണക്കിന് പാപങ്ങൾ അവനിൽ നിന്ന് മായ്ച്ചു കളയും. ആയിരക്കണക്കിന് ദറജകൾ അവൻ ഉയർത്തപ്പെടുകയും ചെയ്യുമെന്ന് ശഫീഉനാ ത്വാഹ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ടാണ് കാലങ്ങളായി മുഅ്മിനെ റമദാനായാൽ എല്ലാ അമലുകളും സ്വതക്കകളും നന്മകളും സൽക്കാര്യങ്ങളും മുഅ്മിനീങ്ങൾ കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യട്ടെ. അല്ലേ, റമദാനായാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മളൊക്കെ ചെയ്യാറുണ്ട്. പാവപ്പെട്ടവരെ സഹായിക്കാറുണ്ട്, നമ്മുടെ അയലത്ത് നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളെ സഹായിക്കാറുണ്ട്, നമുക്ക് അറിയുന്നവരെ സഹായിക്കാറുണ്ട്, നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന സാധുക്കളെ സഹായിക്കാറുണ്ട്, പള്ളികളിലൊക്കെ സഹായം അഭ്യർത്ഥിച്ചു വരുന്നവരെ സഹായിക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ ദുഹർക്ക് പറഞ്ഞപ്പോ പല ആളുകളും ആ വണ്ടി തന്നെ സഹായിച്ചു. അല്ലാഹു അദ്ദേഹത്തിന് കൊടുത്ത എല്ലാ സദഖകളും ഖബൂൽ ചെയ്യട്ടെ. കൊടുക്കാത്തവർ പോകുന്ന സമയത്ത് കൊടുക്കണം. അദ്ദേഹത്തിന്റെ കയ്യിലോ അല്ലെങ്കിൽ നമ്മളെ ഈസോയുടെ കയ്യിലോ അല്ലെങ്കിൽ നമ്മുടെ കാക്കൂന്റെ കയ്യിലോ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ഇൻഷാ അല്ലാഹ് നമ്മള് ഒരു നല്ല ഒരു സഹായം അദ്ദേഹത്തിന് ഈ അവസരത്തിൽ നൽകണം. പടച്ച റബ്ബ് ഈ പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് ഇരട്ടി പ്രതിഫലം കിട്ടുന്ന ഒരമലായി നമ്മൾ ചെയ്യുന്ന എല്ലാ സദഖകളും സ്വീകരിക്കട്ടെ. നമ്മുടെ പള്ളിക്ക് വേണ്ടി, നമ്മുടെ ദർസിന് വേണ്ടിയൊക്കെ എല്ലാ കൊല്ലവും അൽഹംദുലില്ലാഹ് ഓരോരുത്തരും സദഖ ചെയ്യാറുണ്ട്. ബഹുമാനപ്പെട്ട പുലാക്കൽ ഹസനാജി ഒരു മുതഅല്ലിമിന്റെ ചെലവ് 20,000 രൂപ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യട്ടെ, പടച്ച റബ്ബ് സ്വീകരിക്കട്ടെ. എല്ലാ വർഷവും നമ്മുടെ കുട്ടികളെ, ഇപ്രാവശ്യം കുട്ടികളുടെ എണ്ണം കൂടുകയാണ്. പല ആളുകളും നാട്ടിലും ഗൾഫിലും ഒക്കെ ഉള്ള ആളുകൾ
ഇതേപോലെ ക്ലാസ് റൂമിലൂടെയും മറ്റുമൊക്കെ നമ്മുടെ പരിപാടി കേൾക്കുന്ന ആളുകൾ UAE-യില്, ഷാർജയില്, അതേപോലെ സൗദിയില് ഒക്കെയുള്ള പല ആളുകളും ഈ പരിപാടിയിൽ നേരെ പങ്കെടുക്കാതെ ഇങ്ങനെ നെറ്റ് മുഖേന ക്ലാസ് റൂമിലൂടെ ഒക്കെ കേട്ട് നമ്മുടെ മുത്താലിമ്യങ്ങളുടെ സഹായത്തിലേക്കും പള്ളിപ്പണിയിലേക്കും ഒക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സഹായിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ വർഷം നമ്മൾ പള്ളിപ്പണിയുടെ കാര്യമൊക്കെ പറഞ്ഞ് നമ്മൾ കാര്യമായി അതിനുവേണ്ടി പല രൂപത്തിലും നമ്മളൊക്കെ സഹകരിച്ചു, സഹോദരിമാര് സഹകരിച്ചു. ഇൻഷാ അല്ലാഹ് ഇപ്രാവശ്യം അങ്ങനെയുള്ള ഒരു പൊതുവായ പിരിവുകളൊന്നും നമ്മൾ പറയുന്നില്ലെങ്കിലും ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും വേണം. അത് പ്രത്യേകിച്ച് വാഗ്ദാനം ചെയ്ത ആളുകൾ മിനിഞ്ഞാന്നൊക്കെ ഓർമ്മപ്പെടുത്തിയതുപോലെ നിങ്ങൾ ഒന്നുകൂടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. വാഗ്ദാനം ചെയ്ത ആളുകളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ കൊടുത്താലാണ് കോടികൾ ചെലവാക്കി നടത്തുന്ന ഈ പരിപാടികളൊക്കെ, പള്ളിപ്പണിയും നമ്മുടെ മുത്താലിമീങ്ങൾ ഒരു മാസം ലക്ഷങ്ങൾ ചെലവ് വരികയാണ്. ഓരോ മാസവും ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്നുണ്ട് എല്ലാ കാര്യത്തിനും വേണ്ടി. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മുടെ ഒക്കെ കൂട്ടായ പരിശ്രമമാണ്. ആ പരിശ്രമത്തിൽ ചെറുതും വലുതുമായി ആരൊക്കെ ഏതൊക്കെ രൂപത്തിൽ പങ്കെടുക്കുന്നുവോ ഈ റമദാനിലും നമ്മൾ ചെയ്യുന്ന എല്ലാ സ്വദഖകളും എല്ലാ ദാനധർമ്മങ്ങളും ഏത് വഴിക്കൊക്കെയാണോ അതൊക്കെ പടച്ച റബ്ബ് സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബിന്നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദസ്തൈഖലൽ മുഅ്മിനു ഫീ ശഹരി റമളാൻ, റമളാൻ മാസത്തിൽ ഒരാളെ ഉറങ്ങുന്ന ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു, കിടപ്പറയിൽ ഒരാൾ എഴുന്നേറ്റു, ഒരാൾ തന്റെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു, എന്നിട്ട് ദിക്ർ ചൊല്ലിക്കൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. റമളാനിൽ ഒരാൾ ദിക്ർ ചൊല്ലി, എപ്പോഴും ദിക്ർ ചൊല്ലിയിട്ടാണ് എഴുന്നേൽക്കേണ്ടത് അല്ലെ? എപ്പോഴും ദിക്ർ ചൊല്ലിയിട്ടാണ് എഴുന്നേൽക്കേണ്ടത്. നമ്മൾ എപ്പോ ഉറക്കത്ത് ഉണരാണെങ്കിലും ദിക്ർ ചൊല്ലി എഴുന്നേൽക്കണം. അത് ഏത് ദിക്റാണെങ്കിലും കുഴപ്പമില്ല. ഒരു ബിസ്മി അതൊരു ദിക്റാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുക, അല്ലെങ്കിൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുക. അല്ലെ പ്രത്യേക ഒരു ദിക്ർ മുത്തനബി പഠിപ്പിച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ആ ദിക്റിൽ എഴുന്നേൽക്കുക. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പലപ്പോഴും വീട്ടിൽ എഴുന്നേറ്റിരുന്നാൽ എഴുന്നേറ്റ ഉടനെ ആയിഷ ബീവിയൊക്കെ കേൾക്കാൻ മുത്തനബി പുറത്തേക്ക് ഇങ്ങനെ നോക്കും, ആകാശത്തിലേക്ക് നോക്കും. എന്നിട്ട് എഴുന്നേറ്റ ഉടനെ അല്ലാഹുവിന്റെ റസൂല് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ഈ ദുആയോടുകൂടെയുള്ള ഈ ആയത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇരുന്ന ഉടനെ പുറത്തേക്ക് നോക്കി, അന്തരീക്ഷത്തിലേക്ക്, ആകാശത്തിലേക്ക് നോക്കിയിട്ട് ഈ ആയത്ത് ദുആയുള്ള ദിക്റുള്ള ഈ ആയത്ത് പലപ്പോഴും ഓതാറുണ്ട്. മഹാന്മാര് രേഖപ്പെടുത്തുന്നു. ഇമാം നവവി റഹിമഹുല്ലാഹ് മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്, അത് നമുക്കും സുന്നത്താണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ഇങ്ങനെ ഈ ആയത്തോടൽ സുന്നത്താണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉറക്കത്തിൽ ശൈത്താൻ നമ്മുടെ പെടലിയിൽ, നമ്മുടെ തലയിൽ ഒരു കെട്ടുമുറുക്കും എന്നാണ്. നിങ്ങൾ ഓരോരുത്തരുടെ തലയിൽ ശൈത്താനിയത്തിന്റെ കെട്ടുമുറുക്കും. ആ 3 കെട്ടാണ്, 3 കെട്ടാണ് അവൻ കെട്ടിബന്ധിക്കുക. ശൈത്താനിയത്തിന്റെ കുതന്ത്രത്തിന്റെ ബന്ധനത്തില് ആ 3 കെട്ടുകളിൽ അവൻ നമ്മെ കുടുക്കിയിടും. ആ 3 കെട്ട് നിങ്ങൾ പൊട്ടിച്ചൊഴിവാക്കണം. ഒന്നാമത്തെ കെട്ട് പൊട്ടിക്കാനുള്ള വഴി ഉറക്കത്തിന് എഴുന്നേറ്റ ഉടനെ ഒരു ദിക്ർ ചൊല്ലലാണ്. ആ ദിക്ർ ചൊല്ലുന്നുണ്ട്, ആ കെട്ട് പൊട്ടും. അത് ഏത് ദിക്റാണെങ്കിലും ശരി. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അതറിയുന്നവർ അത് ചൊല്ലുക.
ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി, ഈ ആയത്ത് അറിയുന്നവർ അതൊന്നും അറിയാത്തവർ അൽഹംദുലില്ലാ മാത്രം ചൊല്ല, എന്നാലും ഒരു ബിസ്മി ചൊല്ല, എന്താണെങ്കിലും അള്ളാന്റെ ഒരു ദിക്റോട് കൂടെ എഴുന്നേൽക്കുക. രണ്ട് നേട്ടമാണ്. ഒന്ന്, ശൈത്താനിയത്തിന്റെ ആ കെട്ട് പൊട്ടിപ്പോകും. റമദാനു ശരീഫിൽ ദിക്ർ ചൊല്ലിയാണ് ഒരാൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതെങ്കിൽ യഖൂലു ലഹുൽ മലക്കു, മലക്ക് അവനോട് പറയും ഖും റഹിമക്കല്ലാഹ്, ഇനി നീ എഴുന്നേറ്റോ, അല്ലാഹ് നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ. മലക്കിന്റെ ദുആയും നമുക്ക് ലഭിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലേ, നമ്മൾ റമദാനായാല് നമ്മള് ഈ ദിക്ർ ചൊല്ലിയാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ മലക്ക്, നമ്മുടെ കൂടെയുള്ള മലക്കുകളുണ്ടല്ലോ, റഖീബും അതീദും ഉണ്ട്, നമ്മെ ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. മലക്ക് പറയും നീ എഴുന്നേറ്റോ, അല്ലാഹ് നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ. മലക്കിന്റെ ദുആ നമുക്ക് ലഭിക്കും. മുത്തുനബി പറയാം, ഫൈദാ ഖാമ, വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റാൽ യദ്ഉ ലഹുൽ ഫിറാശു, വിരിപ്പ് അവന് വേണ്ടി തേർക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെതായ തസ്ബീഹ് കൊടുത്തിട്ടുണ്ടല്ലോ. എല്ലാ വസ്തുക്കൾക്കും തസ്ബീഹും ദുആയും ഒക്കെ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഖുർആൻ തന്നെ പറഞ്ഞാണ് എല്ലാ വസ്തുക്കളും, നമുക്ക് ജീവൻ ഉണ്ട് ഇല്ല, എന്താവട്ടെ, ഉള്ളതാവട്ടെ ഇല്ലതാവട്ടെ, ജീവൻ ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ, എല്ലാത്തിനും പടച്ച റബ്ബുമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് ഖുർആനാണ്. വിരിപ്പ് അവന് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹുമ്മ അഅതിൽ ഫുർശൽ മർഫൂഅത ഫിൽ ജന്ന, പടച്ചവനെ നാളെ സുഖലോക സ്വർഗ്ഗത്തിൽ ഏറ്റവും ഉന്നതമായ വിരിപ്പുകൾ അവന് കൊടുക്കണേ അല്ലാഹ്. റമദാൻ മാസത്തിൽ നമ്മൾ ഉറങ്ങി, ചിലപ്പോ നല്ല വിരിപ്പിലാവും അല്ലെ, ചിലപ്പോ നല്ല AC റൂമിലും നല്ല സൗകര്യത്തിലും ബെഡിലും ഒക്കെ ആവും. ചിലപ്പോ ഒന്നുമില്ല, ചെറിയ വീടാണ്, ഫാനും കൂടി ഇല്ല, അവിടെ ഒരു കൊട്ടപ്പായാണ്, അതിലാണ്. എന്നാൽ ഏത് വിരിപ്പാണെങ്കിലും നോമ്പ് കാലത്ത് റമദാൻ മാസത്തിൽ വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റാൽ വിരിപ്പ് നമുക്ക് വേണ്ടി ദ്വാരക്കും. പടച്ചവനെ സ്വർഗത്തിൽ ഉന്നതമായ വിരിപ്പുകൾ കൊടുക്കുന്ന, പിന്നെ അവൻ അവൻ വസ്ത്രം ധരിച്ചു, ഡ്രസ്സ് മാറാണ്, നിസ്കരിക്കാനൊക്കെ വേണ്ടി പള്ളിയിലൊക്കെ പോകാൻ അവരത്തൊക്കെ മറക്കാൻ ഡ്രസ്സ് മാറാണ്. ഏതോലോ അപ്പോൾ ആ വസ്ത്രം അവന് വേണ്ടി ദുആ ചെയ്യും. പടച്ചവനെ അല്ലാഹുമ്മ അഅതിഹു ലൽ ജന്ന, സുഖലോക സ്വർഗ്ഗത്തിലെ ഏറ്റവും ഉന്നതമായ വസ്ത്രങ്ങൾ നൽകണേ അല്ലാഹ്. ഈ അടിമക്ക് നമ്മുടെ വസ്ത്രങ്ങൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന കാലമാണ് റമദാൻ. നമ്മുടെ കിടപ്പറ, നമ്മുടെ വിരിപ്പുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന കാലമാണ് റമദാൻ. വൈദാ ലബിസന ലഹു, ചെരുപ്പ് ധരിച്ചാൽ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ചെരുപ്പ് ധരിച്ചു. യദ്ഉ ലഹു, പടച്ചവനെ ചെരുപ്പ് നമുക്ക് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹുമ്മ സബ്ബിത് ഖദമഹു അലസ്സിറാത്ത്, പടച്ചവനെ ഈ കാലുകൾ, എന്നെ ധരിച്ച ഈ കാലുകൾ നാളെ സിറാത്ത് വിട്ടുകടക്കുമ്പോ സിറാത്തില് പടഞ്ഞു വീഴാതെ സിറാത്ത് എന്ന പാലത്തിൽ ഈ കാലുകളെ അടിയുറപ്പിച്ച് നിർത്തണേ റബ്ബേ എന്ന് നമ്മുടെ ചെരുപ്പുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. വൈദാ തനാവലൽ ഇനാഉ യദ്ഉ ലഹു, നോമ്പ് തുറക്കാൻ വേണ്ടി നോമ്പ് കാലത്ത് അത്താഴത്തിനും മറ്റുമൊക്കെ ഭക്ഷണം കഴിക്കുമ്പോ ആ പാത്രങ്ങൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹുമ്മ അഅതിഹി അക്വാബൽ ജന്ന, പടച്ചവനെ സ്വർഗ്ഗത്തിലെ കോപ്പകൾ, സ്വർഗ്ഗത്തിലെ പാത്രങ്ങൾ, സ്വർഗ്ഗത്തിലെ ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ സ്വർഗീയമായ പാത്രങ്ങൾ നൽകണേ എന്ന് നോമ്പ് കാലത്ത് നമ്മുടെ പാത്രങ്ങൾ നമുക്ക് വേണ്ടി തുറക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ റമദാനിന്റെ തുടക്കത്തിൽ, റമദാന്റെ തൊട്ട് മുമ്പുള്ള ദിവസം നമ്മളോടൊക്കെ ഇപ്രാവശ്യം ഒരു ആഹ്വാനം ചെയ്തു. അത് നേരത്തെ നമ്മുടെ നേതാക്കളും പറഞ്ഞിരുന്നു അല്ലെ. റമദാനിൽ പ്രത്യേകിച്ച് ധാരാളം സൽക്കാരങ്ങളും നോമ്പ് തുറകളും മറ്റുമൊക്കെ നടക്കുമ്പോ പ്ലാസ്റ്റിക് അത് ഉപയോഗം ഒഴിവാക്കണം എന്ന് നമ്മളിപ്പോ വലിയ എളുപ്പ വഴി നമ്മൾ കാണുകയാണ്. ഇന്നലെയും ബഹുമാനപ്പെട്ട റഹ്മാനി ഉസ്താദ് അത് സൂചിപ്പിച്ചു. നമ്മൾ അതിലൊക്കെ വലിയ എളുപ്പം കാണുകയാണ്. പക്ഷേ അതിലൂടെ നമ്മള് നമുക്കും വരുന്ന തലമുറക്കും സമ്മാനിക്കുന്ന മാരകമായ വിപത്തുകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ മണ്ണിന്റെ പാത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, ചില്ലിന്റെ പാത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഇരുമ്പിന്റെ പാത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്.
ലോഹപാത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, മണ്ണിന്റെ പാത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, തോൽപാത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും അങ്ങനെയുള്ള പാത്രങ്ങളാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ചത്. ഇനിയിപ്പോ നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ പാത്രം ഉപയോഗിച്ചു എന്നത് തെറ്റായിട്ടല്ല, അത് സുന്നത്തിനെതിരായിട്ടല്ല പറയുന്നത്. പക്ഷേ അതുകൊണ്ടുള്ള അപകടങ്ങളും രോഗങ്ങളും വിപത്തുകളും കൂടുതലാണല്ലോ. അതൊക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ ചിന്തിക്കാൻ, ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വലിയ അപകടങ്ങൾ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, മാരകമായ രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാരണങ്ങളാണ് എന്ന് അറിയുന്ന ആളുകളും കണ്ടുപിടിച്ച ആളുകളും മെഡിക്കൽ രംഗത്തുള്ള ആളുകളും പറയുമ്പോൾ നമ്മളത് ഉൾക്കൊള്ളണമല്ലോ, അത് അംഗീകരിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ വലിയൊരു സൽക്കർമ്മമായി ഇൻഷാ അല്ലാഹ് നമ്മൾ അതൊക്കെ മനസ്സിലാക്കി നമ്മുടെ വീടുകളിലും ഒക്കെ പരമാവധി എളുപ്പപ്പണി, പെണ്ണുങ്ങൾക്കൊക്കെ എളുപ്പമാണ്. കാരണം എന്താ, പിന്നെ പാത്രം കഴുകണ്ട അല്ലേ, ഒക്കെ പട ചുരുട്ടി കൂട്ടിട്ട് കത്തിച്ച് കളഞ്ഞാൽ മതി. ഈ ചുരുട്ടിക്കൂട്ടലും കത്തിക്കലും ഒക്കെ അപകടമാണ്, അതൊക്കെ ക്യാൻസർ വർദ്ധിപ്പിക്കാൻ കാരണമാകും. പ്ലാസ്റ്റിക് കത്തിച്ച് അതിന്റെ പുക ശ്വസിച്ചാൽ അതും അപകടകരമായ ക്യാൻസർ വർദ്ധിപ്പിക്കാൻ കാരണമാണ് എന്ന് പഠനങ്ങളൊക്കെ തെളിയിച്ചതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഉമ്മത്തിനെ കാത്തു രക്ഷിക്കട്ടെ. വൈദാ തവദ്ദഅ, അവൻ വുദൂ ചെയ്താൽ യദ്ഉ ലഹുൽ മാഉ, വെള്ളം അവന് വേണ്ടി ദ്വാരക്കും. പടച്ചവനെ അല്ലാഹുമ്മ തഹ്ഹിർഹു മിനൽ ദുനൂബി വൽ ഖതായ, പാപങ്ങളിൽ നിന്ന് അവനെ കഴുകി ശുദ്ധിയാക്കണേ റബ്ബേ. അല്ലേ, നമ്മളിപ്പോ ഒന്നും കാണില്ല, നമ്മൾ ഒന്നുണ്ടാക്കുന്നുണ്ട്, ഹൗദൊന്നും ഒന്നുണ്ടാക്കുന്നുണ്ട്, പൈപ്പൊന്നും ഒന്നുണ്ടാക്കുന്നുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം വെള്ളത്തിന്റെ ഉപയോഗം കാര്യങ്ങളൊക്കെ. അല്ലെ, നമ്മൾ പള്ളിക്കല വെള്ളമാണ് എന്ന് കരുതി അള്ളാന്റെ റസൂല് പറഞ്ഞതൊക്കെ എത്ര ഗൗരവമുള്ള വിഷയമാണ്. നല്ല ആഴത്തിലും നല്ല ഒഴുക്കിലും കുത്തി ഒഴുകുന്ന നല്ല ഇഷ്ടംപോലെ വെള്ളമുള്ള പുഴയാണ്. ആ പുഴയിൽ നിന്ന് നിങ്ങൾ ഒതുണ്ടാക്കുകയാണെങ്കിൽ പോലും ദൂർത്ത് പാടില്ല എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയിപ്പോ ഏതായാലും ഇപ്പൊ വെള്ളത്തിന്റെ മുട്ടൊക്കെ തീരാൻ പോവുകയാണ്. ഇനി മഴ പെയ്താൽ ഇനി ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്ന് കരുതാൻ പാടില്ല. മഴക്കണ്ണ് പെയ്ത് കിണറൊക്കെ നിറഞ്ഞു, എന്നാൽ പോലും വെള്ളത്തിന്റെ ഉപയോഗത്തിൽ അത് അള്ളാഹ് ചെയ്ത ഏറ്റവും വലിയ നിഅമത്താണ്. അതിൽ ദൂർത്ത് നമ്മൾ കാണിക്കാൻ പാടില്ല, നല്ലോണം ശ്രദ്ധിക്കണം. വെറുതെ ഒഴിച്ച് മുക്കിപ്പാര അല്ലെ, വെള്ളത്തിന് ക്ഷാമം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഉണ്ടാകുമ്പോഴും ഇല്ലാത്ത സമയത്തും വെള്ളത്തിൽ മിതത്വം പാലിക്കണം എന്ന് കൊട്ടം വേനലിന് മാത്രം വഴുതു പറയേണ്ട കാര്യമല്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നല്ല വെള്ളമുള്ള കാലാണെങ്കിൽ, നല്ല വെള്ളമുള്ള പുഴയാണെങ്കിൽ പോലും ദൂർത്ത് വെള്ളത്തിന്റെ കാര്യത്തിൽ പാടില്ല എന്ന് മുത്തനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വൈൻ ഖാമ ബൈന യദയില്ലാഹി അസ്സ വജൽ, രാജാധിരാജനായ റബ്ബിന്റെ മുന്നിൽ നിസ്കരിക്കാൻ വേണ്ടി അവൻ നിന്നാൽ യദഉ ലഹുൽ ബൈതു, ആ കെട്ടിടം അവന് വേണ്ടി ദുആ ചെയ്യും. അത് വീടാണെങ്കിൽ വീട്, വീട്ടിൽ നമസ്കരിക്കണമെങ്കിൽ വീട്ടിൽ, പള്ളിയിലാണെങ്കിൽ പള്ളി. അല്ലാഹുമ്മ നവ്വിർ ലഹദഹു വസ്സി അലൈഹി ഖബറഹു, വീട്ടിലും നമ്മൾ നിസ്കരിക്കണം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം വീട്ടിൽ നിസ്കരിക്കാത്ത ഒരു ദിവസവും ഉണ്ടായിട്ടില്ല. അല്ലേ, വീട്ടിലുണ്ടെങ്കിൽ മുത്തനബി വീട്ടിൽ നിസ്കരിക്കും. ഫർളല്ല പറഞ്ഞ, ഫർളൊക്കെ പള്ളിയിൽ, സുന്നത്ത് നിസ്കാരങ്ങൾ ഫർളൊക്കെ മുത്തനബി പള്ളിയിൽ നിന്നാണ് ജമാഅത്തായിട്ട് നിസ്കരിച്ചിരുന്നത്. സുന്നത്ത് നിസ്കാരങ്ങൾ ധാരാളം വീട്ടിൽ വെച്ച് നിസ്കരിച്ചിരുന്നു. റവാത്തിബ് ഉൾപ്പെടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ വെച്ചാണ് നിസ്കരിച്ചിരുന്നത്. വീട് നമുക്ക് വേണ്ടി ദുആ ചെയ്യും. പടച്ചവനെ, ഈ വീട് ഒഴിവാക്കി ഇവൻ പോയാൽ പടച്ചവനെ അല്ലാഹുമ്മ നവ്വിർ ലഹദഹു, അവന്റെ അടുത്ത വീട് ഖബറാണ്. ആ ഖബറിൽ സ്വർഗീയമായ പ്രകാശം കൊടുക്കണേ റബ്ബേ. വവസ്സി അലൈഹി ഖബറഹു, സ്വർഗ്ഗത്തിൽ വല്ലാത്ത റാഹത്തുള്ള വിശാലത കൊടുക്കണേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു അവനോട് പറയും, അബ്ദീ മിൻക ദുആ വ മിന്നൽ ഇജാബ, നീ ദുആർന്നോ ഞാൻ ഉത്തരം ചെയ്യും, നീ ദുആർന്നോ ഞാൻ ഉത്തരം ചെയ്യും. എല്ലാവരും നിനക്ക് വേണ്ടി ദുആർന്നു. നീ കടന്നുറങ്ങിയ വിരിപ്പ് നിനക്ക് വേണ്ടി ദുആർന്നു. നീ വുളൂ ചെയ്ത വെള്ളം നിനക്ക് വേണ്ടി ദുആർന്നു. നിന്റെ വസ്ത്രം നിനക്ക് വേണ്ടി ദുആർന്നു. നിന്റെ ചെരുപ്പ് നിനക്ക് വേണ്ടി ദുആർന്നു. നിന്റെ പാത്രങ്ങൾ നിനക്ക് വേണ്ടി ദുആർന്നു. നിന്റെ വീട് നിനക്ക് വേണ്ടി ദുആ ചെയ്തു. നീയുമായി ബന്ധപ്പെട്ട എല്ലാം വഴിയോരങ്ങൾ, സാക്ഷികളായവർ എല്ലാവരും നിനക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നീ നോമ്പുകാരനാണ്, റമദാനിനെ ബഹുമാനിച്ചവനാണ്. ഇനി നീ ദുആർന്നോ ഞാൻ ഉത്തരം ചെയ്യും.
അബ്ദി മിൻക ദുആ, നീ ദുആ ചെയ്താൽ മതി, വമിന്നൽ ഇജാബ, നാം ഉത്തരം ചെയ്യും എന്ന് രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുമെന്ന് മുത്തനബി ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ടാണ് റമളാനിൽ ദുആക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ട്, ദുആ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കണം എന്ന് മഹാന്മാരായ ഉലമാ മുഴുവനും നമ്മെ പഠിപ്പിച്ചത്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റമളാനിൽ അമലുകൾ വർദ്ധിപ്പിക്കണം എന്ന് നമ്മളൊക്കെ ഒരുപാട് പഠിച്ചു കേട്ടു. റമളാനിൽ ഒരാൾ തെറ്റ് ചെയ്താലോ, റമളാനല്ലേ അള്ളാഹ് നല്ലോണം പൊറുക്കോലോ എന്ന് ചിന്തിക്കണ്ട. എങ്ങനെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. اللهم ارحمني يا ارحم الراحمين. اللهم ارحمني يا ارحم الراحمين. റമളാനിൽ ഒരാൾ തെറ്റുകൾ ചെയ്താലോ, അല്ലാഹ് എല്ലാം പൊറുക്കണ മാസല്ലേ, അല്ലാഹ് പുറത്തു തരും. മറ്റുള്ള മാസങ്ങളെക്കാൾ പാപം പൊറുക്കണ മാസമാണ് റമളാൻ അല്ലേ? എങ്ങനെ ചിന്തിക്കും. മറ്റുള്ള മാസങ്ങളെക്കാൾ അല്ലാഹ് ഏറ്റവും കൂടുതൽ പൊറുക്കണ മാസമാണ് റമളാൻ. മറ്റുള്ള മാസങ്ങളെക്കാൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊറുക്കാൻ ഇഷ്ടപ്പെടുന്ന മാസമാണ് റമളാൻ. പാപം പൊറുക്കാൻ വേണ്ടി പ്രത്യേകം ഇതാ അടുത്ത നടുവിലത്തെ 10, അവസാനം അല്ലാഹ് മാപ്പ് ചെയ്യാനുള്ള 10, ഇതൊക്കെ വരികയാണ്. എത്രയോ ആളുകൾക്ക് പാപം പൊറുത്തുകൊണ്ടേ ഇരിക്കും. അങ്ങനത്തെ റമളാനല്ലേ. അപ്പൊ ഞാൻ റമളാനിൽ ഒരാൾ തെറ്റിയതാലോ അല്ലാഹ് പൊറുക്കുമല്ലോ അല്ലേ? അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. മൻ സരിഖ ഫീ റമളാൻ, റമളാനിൽ ഒരാൾ കക്കാൻ പോയി അല്ലേ? റമളാനിൽ മോഷണത്തിന് പോയി, സൗകര്യം നോക്കിയതാ. കാരണം റമളാനിൽ ഒരു വയലുണ്ട്, അപ്പൊ എല്ലാരും വയലിന് പോയിക്കാണ്, വീട്ടിൽ ആരുമില്ല. അപ്പൊ കള്ളൻ അങ്ങനെ ചിന്തിച്ച് നടന്നു. അങ്ങനെ റമളാനിൽ കളവ് നടത്തി. രാത്രി കക്കാൻ പോണെന്നല്ല, പകല് കട്ടാലും അത് എന്ത് ചെറുത് കട്ടാലും റമളാനിൽ ഒരാൾ മോഷണം നടത്തി. അല്ലെങ്കിൽ റമളാനിൽ ഒരാൾ വ്യഭിചരിച്ചു. രാത്രിയാണെങ്കിലും ശരി, പകലാണെങ്കിലും ശരി അല്ലേ? റമളാനിൽ ഒരാൾ വ്യഭിചരിച്ചു. അല്ലെങ്കിൽ റമളാനിൽ ഒരാൾ പിടിച്ചുപറി നടത്തി. ഹറാമൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹറാമ് ചെയ്തു. വ്യഭിചാരോ, കൊലപാതകോ, പിടിച്ചുപറിയോ, മോഷണോ. ഔ ശരിബ ഖംറൻ, അല്ലെങ്കിൽ കള്ളു കുടിച്ചു റമളാനിൽ. ചില ആളുകളൊക്കെ നോമ്പൊക്കെ നോൽക്കും, പക്ഷെ നോമ്പ് തുറന്നാൽ ഒരു ഗ്ലാസ് കുടിക്കണം, അത്താഴത്തിന് ഒരു ഗ്ലാസ് കുടിക്കണം, എന്നാലേ ഒരു ശരിയായി കിട്ടുള്ളൂ. നോമ്പൊക്കെ നോൽക്കും, പക്ഷെ നോമ്പ് തുറന്നാൽ ഒരു ഗ്ലാസ്, അത്താഴത്തിന് ഒരു ഗ്ലാസ്, അതങ്ങനെ ശീലായി. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. പകലാണെങ്കിലും രാത്രിയാണെങ്കിലും ഒരാൾ കള്ളു കുടിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അതിക്രമം ചെയ്തു. നോക്കണേ ലം യതഖബ്ബലില്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ. അവന്റെ ഒരു നടപടിയും അവന്റെ ഒരു ഇടപാടും അല്ലാഹു സ്വീകരിക്കൂല. അത്താഴത്തിന് തൊട്ട് മുമ്പ് കള്ളും കുടിച്ചിട്ട് പിന്നെ നോമ്പ് നോറ്റാൽ ആ നോമ്പ് അല്ലാഹു സ്വീകരിക്കൂല. തറാവീഹ് നിസ്കരിച്ചാൽ അല്ലാഹു സ്വീകരിക്കൂല. അവന്റെ നിസ്കാരമോ ഇബാദത്തോ. റമളാനിൽ ഒരാൾ കള്ളു കുടിച്ചു, റമളാനിൽ ഒരാൾ വ്യഭിചരിച്ചു, റമളാനിൽ കട്ടു, റമളാനിൽ തെറ്റ് ചെയ്തു, പിന്നെ അവന്റെ ഒരു നടപടിയും ഒരു അമലും ഒരു ഭാഗത്തും അല്ലാഹു സ്വീകരിക്കൂല. പിന്നെയോ വലഅനഹു ഹുവ, അല്ലാഹു അവനെ ശപിക്കും. വമലായികതുഹു, അല്ലാഹുവിന്റെ മലക്കുകളും ശപിക്കും. ഇലാ മിസ്ലിഹി മിനൽ ഹൗൽ, അടുത്ത റമളാൻ വരെ ഒരു കൊല്ലം പിന്നെ അവനെ ശപിച്ചുകൊണ്ടേ ഇരിക്കും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ചിലപ്പോ തൗബക്ക് പോലും അങ്ങനെയുള്ള ആളുകൾക്ക് അവസരം ഉണ്ടാവില്ല എന്നാണ്. കാരണം റമളാനിനെയാണ് നിന്ദിച്ചത്, റമളാനെയാണ് അപകടപ്പെടുത്തിയത്.
തൗബ ഇനി റമദാൻ തെറ്റുതലും തൗബയൊക്കെ ഉണ്ടാകും. പക്ഷെ തൗബക്ക് ഒരു അവസരം ഉണ്ടാവണ്ടേ? തൗബ ചെയ്താൽ അള്ളാഹ് സ്വീകരിക്കും. പക്ഷെ തൗബ ചെയ്യാൻ തൗഫീഖ് അള്ളാഹ് കൊടുക്കണ്ടേ? റമദാനിനെ ഒരാള് തെറ്റ് ചെയ്ത് അപകടപ്പെടുത്തിയാൽ, റമദാനെ ഒരാള് തെറ്റുകൊണ്ട് പൊളിച്ചു കളഞ്ഞാൽ പടച്ച റബ്ബിന്റെ ലഅനത്ത് ഒരു കൊല്ലത്തെ ലഅനത്താണ്. ഒരു കൊല്ലം മലായികത്തിന്റെ ലഅനത്താണ്. ശാപം ശപിച്ചുകൊണ്ടേയിരിക്കണം. ഒരു ശാപമല്ല, പല തെറ്റിനും അള്ളാഹ് ശപിക്കുന്ന ഒറ്റ ശാപാണ്. ഇത് ഒരു ശാപല്ല, ഒരു കൊല്ലം മുഴുവൻ ശപിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലാഹും അവന്റെ മലായികത്തും. പിന്നെ അവന്റെ ഇബാദത്തും അവൻ അള്ളാഹ് സ്വീകരിക്കൂല. റമദാനിലെ തെറ്റിനെ നമ്മൾ ഏറ്റവും ഭയപ്പെടണം. റമദാനിലെ തെറ്റിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടണം. റമദാനിലെ അള്ളാഹ് പാപം പൊറുക്കുന്നത് കഴിഞ്ഞു പോയ പാപങ്ങളാണ്. റമദാനിൽ ചെയ്യുന്ന പാപമല്ല. റമദാനിൽ പാപം പൊറുക്കും. റമദാനിൽ പാപം പൊറുക്കാൻ 10 ദിവസം ഉണ്ട് എന്നൊക്കെ പറഞ്ഞത് റമദാന്റെ മുമ്പ് കഴിഞ്ഞു പോയ പാപങ്ങളാണ്. റമദാനിൽ ചെയ്ത പാപമല്ല. റമദാനിലും ഒരാൾ പാപം ചെയ്യുകയാണെങ്കിൽ അവൻ ശൈത്താനാണ് എന്ന് ഇന്നലെ പറഞ്ഞില്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇദാ കാന യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ ഒരു രംഗം വിവരിച്ചു. അനാ വാഖിഫുൻ ഇൻദൽ മീസാൻ, ഞാൻ മീസാനിന്റെ അടുത്ത് നിൽക്കുകയാണ്. ആ സമയത്ത് ഫയുതാബി ശാബിൻ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു യുവാവിനെ അങ്ങോട്ട് കൊണ്ടുവന്നു. മലക്കുകൾ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? കൊണ്ടുവരുമ്പോൾ തന്നെ വൽ മലായികത്തു യദ്രിബൂന വജ്ഹൻ വദുബുറ, അവന്റെ മുഖത്തേക്കും അവന്റെ പിന്നിലേക്കും അവരെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കിന്നും അടി, മുന്നിന്നും അടി. ബാക്കിലും മലക്കുകൾ, മുന്നിലും മലക്കുകൾ. അവനങ്ങനെ കൊണ്ടുവരാൻ മുന്നൊന്നും അടി ഇങ്ങനെ പൊട്ടിക്കാണ്, ബാക്കൊന്നും അടി. ഇങ്ങനെ അവനെ ശിക്ഷിച്ചു വരുമ്പോ തന്നെ ശിക്ഷിച്ചു കൊണ്ടേയിരിക്കണം. അങ്ങനെയാണ് മീസാന്റെ അടുത്തേക്ക് അവർ കൊണ്ടുവരുന്നത്. ആ ചെറുപ്പക്കാരൻ എന്റെ ഉമ്മത്തിൽപ്പെട്ടവനായി. എന്നെ അങ്ങ് കാണുമ്പോൾ ഫയതഅല്ലഖു ബി വയഖൂലു യാ റസൂലല്ലാഹ് യാ മുഹമ്മദാ മുത്തനബിയെ, എന്നെ രക്ഷപ്പെടുത്തണേ, എന്നെ സഹായിക്കണേ. ഈ ചെറുപ്പക്കാരൻ നിലവിളിക്കുകയാണ്. കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചുകൊണ്ട് രക്ഷപ്പെടുത്താൻ പറയുമ്പോൾ ഞാൻ ചോദിക്കും മലക്കുകളോട്, യാ മലായികത്ത റബ്ബി, എന്റെ റബ്ബിന്റെ മലക്കുകളെ, മാ ദംബു, എന്താണ് ഈ കുട്ടി ചെയ്ത പാപം? ഈ ചെറുപ്പക്കാരൻ ചെയ്ത തെറ്റെന്താണ്? മാ ദംബു യാ മലായികത്ത റബ്ബി, മലക്കുകളെ, എന്താ ഇവൻ ചെയ്ത തെറ്റ്? അപ്പോൾ അവര് പറയും, നബിയേ, ഇവൻ ചെയ്ത തെറ്റെന്താണ്? ഒരു ആദറക്ക ഷഹ്റു റമളാൻ, റമളാൻ മാസം വന്നിട്ട് റമളാനിൽ ഇവൻ തെറ്റ് ചെയ്തു. ഇവൻ റമളാനിൽ വ്യഭിചരിച്ചവനാ, റമളാനിൽ ഇവൻ കള്ളുടിച്ചവനാ, റമളാനിൽ ഇവൻ മോഷണം നടത്തുന്ന, റമളാനിൽ പാപം ചെയ്ത പാപിയാണ് നബിയെ. ഫലം യതുബ്, അവൻ തൗബ ചെയ്തതുമില്ല. ഫഅഖദഹു അല്ലാഹു ഫുജഅതൻ, അവനെ അല്ലാഹു പെട്ടെന്ന് മരിപ്പിച്ചു. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ച് മഹാന്മാർ പറയുന്നുണ്ട്, റമളാനിൽ തെറ്റ് ചെയ്താൽ പെട്ടെന്ന് ചിലപ്പോൾ മരണം വരും. പെട്ടെന്നുള്ള മരണം 2 തരത്തിലുണ്ട്. ചില ആളുകൾക്ക് പെട്ടെന്നുള്ള മരണം ആശ്വാസമാവും. മുഅ്മിനീങ്ങൾക്ക് പെട്ടെന്നുള്ള മരണം അത് ചിലപ്പോൾ ഖൈറാവും. മുഅ്മിനാണ്, നല്ല ഇബാദത്തൊക്കെ ചെയ്തിട്ടുണ്ട്, തൗബയൊക്കെ ചെയ്തിട്ടുണ്ട്, പിന്നെ ഇങ്ങനെ രോഗത്തിലൊന്നും കടന്ന് ഇടങ്ങാറാവാതെ പെട്ടെന്ന് എല്ലാം നല്ല ഒരുങ്ങിയിരിക്കുന്ന ഒരു മുഅ്മിനാണ്. ഓനങ്ങോട്ട് പെട്ടെന്ന് അങ്ങ് മരിച്ചു. ചില ആളുകളൊക്കെ അങ്ങനെ എത്രയോ അങ്ങനെയുള്ള മരണങ്ങൾ കഴിഞ്ഞു പോയി. ഞാൻ അങ്ങനെ മരിക്കും എന്ന് പറഞ്ഞ്, ഞാൻ പോകാണ് എന്ന് പറഞ്ഞ് പോയ ഉമ്മമാരും ഉപ്പമാരും, ഞാന് മക്കത്ത് പോയി മരിക്കും എന്ന് പറഞ്ഞ് പോയി അവിടെ വെച്ച് മരിച്ചവര്, മദീനത്തുനിന്ന് മരിക്കുമെന്ന് ആഗ്രഹിച്ച് അവിടെ വെച്ച് മരണപ്പെട്ടവര്, അല്ലേ, സുജൂദിൽ കടന്ന് മരിച്ചവർ. സുബ്ഹാനല്ലാഹ്. പുണ്യമായ റൗള ശരീഫിൽ മാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, മദീനയിൽ മുത്തുനബി കിടക്കുന്ന പരിശുദ്ധമായ ഹുദ്റത്തു ശരീഫയുടെയും അല്ലാഹുവിന്റെ റസൂലിന്റെ മിമ്പറിന്റെയും ഇടയിൽ നീ രക്ഷപ്പെടുത്തുമോ അല്ലാഹ്? ഈ ഉമ്മത്തിലെ മറ്റുള്ളവർക്കൊക്കെ ശഫാഅത്ത് ചെയ്യുമ്പോൾ, ഈ ചെറുപ്പക്കാരന് വേണ്ടി മുത്തുനബി ശഫാഅത്ത് ചെയ്യുമ്പോൾ അല്ലാഹ് പറയുകയാണ്, നബിയേ, അവന് വേണ്ടി നിങ്ങൾ ശഫാഅത്ത് ചെയ്യണ്ട. കാരണം ഇന്നലോ ഖസ്മൻ ഖവിയ്യ, അവന്റെ എതിരാളി വളരെ ശക്തനാണ്. ഇവന്റെ എതിരാളി വലിയ ശക്തനാണ് നബിയെ.
അങ്ങ് ശഫാഅത്ത് ചെയ്യണ്ട. ആരാണ്? മുത്തുനബി ചോദിക്കും, ആരാണ് ഇവന്റെ പ്രതിയോഗി? വമൻ ഖസ്മുഹു യാ അല്ലാഹ്, ആരാണ് ഇവന്റെ പ്രതിയോഗി? ആരാണ് ഇവന്റെ എതിരാളി? അപ്പോൾ അല്ലാഹ് പറയും, ഖസ്മുഹു ശഹ്റു റമളാൻ, ഇവന്റെ പ്രതിയോഗി, ഇവന്റെ എതിരാളി റമളാനാണ്. കാരണം റമളാനെയാണ് ഇവൻ നശിപ്പിച്ചത്, റമളാന്റെ ഹുർമത്തിനെയാണ്, ബഹുമാനത്തെയാണ് പൊളിച്ചു കളഞ്ഞത്, റമളാന്റെ വിലയാണ് ഇല്ലാതാക്കിയത്, റമളാൻ മാസത്തിലാണ് ഇവൻ തെറ്റ് ചെയ്തത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ റമളാനിൽ തെറ്റ് ചെയ്താൽ അത് ഏറ്റവും വലിയ അപകടമാണ്. റമളാനിലെ പാപം നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടണം, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും. വ്യഭിചാരം, കള്ളുടിയും, കൊലപാതകം മാത്രമല്ല, റമളാൻ ആയാൽ നമ്മള് കളവ് പറയാ, ഗീബത്ത് പറയാ, നമീമത്ത് പറയാ, ഹറാമ് കാണുക, അല്ലെ? ചില ആളുകൾക്ക് ധാരണ ഉണ്ട് ഇത് പകലാണ് പറ്റായുള്ളൂ, രാത്രിയൊക്കെ പറ്റും എന്ന്, അല്ലെ? ഇപ്പോഴൊക്കെ സോഷ്യൽ മീഡിയകളുടെ കാലമാണ്. ഇത് പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. അശ്ലീലം ഏറ്റവും കൂടുതൽ വ്യാപകമായ കാലമാണ്. കുട്ടികളുടെ കയ്യിലൊക്കെ ഫോണാണ്, ഇന്റർനെറ്റ് ഫ്രീ ആണ്, അല്ലേ? എല്ലാവരുടെ കയ്യിലും വലിയ വിലപിടിപ്പുള്ള ഫോണാണ്, അതിലൊക്കെ ഇന്റർനെറ്റ് കണക്ഷനാണ്, ഒക്കെ ഫ്രീ ആണ്. ഇത് എന്തെങ്കിലുമൊക്കെ ഇംഗ്ലീഷിലെ അക്ഷരം അറിയെങ്കിൽ ഇതൊക്കെ ഇത് അറിയണത് അങ്ങോട്ടും 3-4 അക്ഷരം അങ്ങോട്ടും കൊണ്ടും ഇത് കൊടുത്തങ്ങനെ അമർത്തി കൊടുത്താൽ മതി. ഒന്നും ഒരു അധ്വാനവും ഇല്ല, ഒരു പ്രയാസവും ഇല്ല, ഇതിങ്ങനെ വരികയാണ്. അശ്ലീലം മോശമായത് കാണുന്നത് വ്യാപകമായ കാലമാണ്. പ്രത്യേകിച്ച് നമ്മുടെ പുതിയ തലമുറക്കിടയിൽ വളരെ വ്യാപകമാണ് ഇത്, വളരെ വ്യാപകമാണ്. ഈ മൊബൈൽ ഫോണിൽ തന്നെ ഖുർആൻ ഓതും, ഈ മൊബൈൽ ഫോണിൽ തന്നെ ഇത് ഇപ്പുറത്ത് ഇങ്ങോട്ടും തോണ്ടിയാൽ അത് വരും, ഇപ്പുറത്തേക്ക് തോണ്ടിയാൽ ഇത് വരും. അപ്പൊ റമദാനിൽ പകൽ ഇവൻ ഖുർആൻ ഓതുന്നത് ഇത് തന്നെയാണ്. എല്ലാവരും ഫോണിലും ഖുർആൻ ഉണ്ട്. ഇത് ഇവന്റെ വിചാരം രാത്രി ആയാൽ കുഴപ്പമില്ല എന്നാണ്. പൊന്നുമോനെ, റമളാനിൽ രാവും പകലും എപ്പോഴാണെങ്കിലും ശരി, റമളാനിൽ ഒരു ഹറാമ് നീ കണ്ടാൽ, റമളാൻ നിനക്കെതിരായാൽ, മുത്തുനബിയുടെ ശഫാഅത്ത് പോലും അല്ലാഹ് പറയും, നബി നിങ്ങൾ മെനക്കെടണ്ട. നിങ്ങൾ ചിന്തിച്ചു നോക്കി, അങ്ങനെ ഉണ്ടാവുമല്ലോ ചില കേസുകള്, അല്ലെ? ചില കേസുകൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യാൻ പറയും, ഉസ്താദ് നിങ്ങളൊന്ന് ഇങ്ങനെ പറയും, ഇന്നയാളോട് ഒന്ന് പറയും. അയാളിത് മനസ്സിലാക്കിയിട്ട് അതേ പറയും, ഉസ്താദ് നിങ്ങളിത് പറയാൻ വരരുത് കേട്ടോ, നിങ്ങൾ പറഞ്ഞ എനിക്ക് തട്ടാനാവൂല, അപ്പൊ അതുകൊണ്ട് നിങ്ങളിത് ആദ്യം പറയാൻ തന്നെ വരണ്ട. ചിലപ്പോ പറയലോ, നമ്മളും പറയലോ അങ്ങനെ, അല്ലെ? ചില കാര്യത്തിലൊക്കെ നമ്മളൊരു കാര്യത്തിൽ ഇടപെടുമ്പോ പറയും, വാപ്പാ നിങ്ങളത് പറയരുതേ, അല്ലെങ്കിൽ വല്യപ്പ നിങ്ങൾ കാരണമല്ല നിങ്ങൾ പറയരുതേ, ഉസ്താദ് നിങ്ങൾ പറയരുതേ, നിങ്ങൾ ആ സഭയിൽ വെച്ച് നിങ്ങൾ പറഞ്ഞ എനിക്ക് തട്ടങ്ങില്ല, അപ്പൊ നിങ്ങൾ ആദ്യം നിങ്ങൾ പറയരുത്, മുൻകൂട്ടി നമ്മൾ പറയും. കാരണം കാര്യത്തിന്റെ ഗൗരവം അങ്ങനെയാണ്. അപ്പൊ പിന്നെ വാപ്പ മുണ്ടൂല, അപ്പൊ പിന്നെ ഉസ്താദ് പറയാൻ പോകൂല. ഇത് അല്ലാഹ് പറയാണ്, നബിയെ നിങ്ങൾക്ക് ശഫാഅത്തിന് അധികാരമൊക്കെ ഞാൻ തന്നതാണ്, നിങ്ങളുടെ ഉമ്മത്തിന് ഏത് വലിയ കുടുംബാദികൾക്കും ശഫാഅത്ത് ചെയ്യാനുള്ള അധികാരം ഞാൻ തന്നിട്ടുണ്ട്. പക്ഷേ ഇവന് വേണ്ടി നിങ്ങൾ ശഫാഅത്ത് ചെയ്യാൻ വരരുത് നബിയെ, കാരണം ഇവന്റെ പ്രതിയോഗി റമളാനാണ്, റമളാനെയാണ് ഇവൻ പൊളിച്ചത്. അതുകൊണ്ട് അങ്ങയുടെ ശഫാഅത്ത് പോലും നിഷ്ഫലമായി പോകും. അതുകൊണ്ട് നബി അങ്ങ് ശഫാഅത്ത് ചെയ്യാൻ തന്നെ വരണ്ട എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെയാ രക്ഷയുള്ളത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. റമളാനിലെ പാപികൾ ഏറ്റവും ഭയപ്പെടേണ്ടവരാണ്. മഹാന്മാര് പറയുന്നുണ്ട്, റമളാനിലെ ആകുന്നതിനെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണം. റമളാനിലെ ശുപാർശകര് എതിരാളികളാവുന്ന നിങ്ങൾ സൂക്ഷിക്കണം. റമളാനിലെ ശുഫആ രണ്ടാണ്, ഒന്ന് റമളാനും ഒന്ന് ഖുർആനുമാണ്, അല്ലേ? റമളാൻ തന്നെ നമുക്ക് ശഫാഅത്ത് ചെയ്യും, ഈ റമളാൻ നമുക്ക് ശഫാഅത്ത് ചെയ്യും. റമളാൻ തന്നെ പറയും, പഠിച്ചവനെ ഇവന്റെ പാപം പുറത്ത് രക്ഷപ്പെടുത്തുന്നു. മുത്തനബിയുടെ ശഫാഅത്ത് ഉണ്ട് പരലോകത്ത്, മഹാന്മാരുടെ ശഫാഅത്ത് ഉണ്ട്, പല ശഫാഅത്ത് ഉണ്ട്, റമളാന്റെ ശഫാഅത്ത് ഉണ്ട്, ഖുർആന്റെ ശഫാഅത്ത് ഉണ്ട്. റമളാനായാൽ കിട്ടുന്ന 2 ശഫാഅത്താണ്, റമളാന്റെ ശഫാഅത്തും ഖുർആന്റെ ശഫാഅത്തും. ഈ റെക്കമെൻഡ് ചെയ്യുന്ന ശഫാഅത്ത് ചെയ്യുന്ന ഇവര് തന്നെ എതിരായാലോ, റമളാൻ തന്നെ എതിരായാലോ,
പിന്നെ റമദാന്റെ ശഫാഅത്തും കിട്ടൂല, ഖുർആന്റെ ശഫാഅത്തും കിട്ടൂല, മുത്തനബിയുടെ ശഫാഅത്തും കിട്ടൂല, ആരോ ശഫാഅത്തും കിട്ടൂല. പിന്നെ എങ്ങനെ രക്ഷപ്പെടാം? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. റമദാനിൽ പാപം ചെയ്യുന്നത് നമ്മൾ സൂക്ഷിക്കണം, വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. റമദാനിൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അള്ളാഹ് നമ്മൾ ഈ സദസ്സിൽ ദുആക്ക് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. നമ്മളും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത്, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ 10 വർഷങ്ങളിലും ഇത് 11ാമത്തെ വർഷമാണ് ഇങ്ങനെ. അതിനു മുമ്പും നമ്മുടെ പള്ളിയിൽ റമദാൻ പ്രഭാഷണം നടത്തുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു വ്യവസ്ഥാപിതമായി നമ്മൾ 11ാമത്തെ വർഷമാണ് ഈ പരിപാടി നടത്തുന്നത്. ഈ കഴിഞ്ഞ 10 വർഷവും മിക്കവാറും ദിവസങ്ങളിൽ ഇവിടെ വന്ന ആളുകൾ ഇപ്പോഴും ഈ സദസ്സിലുണ്ട്. ആ ദിവസങ്ങളിലൊക്കെ നമ്മൾ ധാരാളം കൂട്ടമായി വുളൂഓടെ 2 നിസ്കാരങ്ങൾക്കിടയിൽ ഇത്തികാഫോടെ നല്ല നിയത്തോടെ ഈ സദസ്സിൽ വെച്ച് നമ്മൾ ഇസ്തിഗ്ഫാറും ദിക്റുകളും ഒക്കെ ചൊല്ലിയിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. റമദാനിൽ ഒരു ദിക്റിന് ചുരുങ്ങിയത് 1000 ദിക്റുകൾക്ക്, ഹസനാത്തുകൾക്കൊക്കെ 70 ഇരട്ടി, 700, 7000, 7 ലക്ഷം അങ്ങനെയൊക്കെ പല വർത്താനവും. റമദാനിലെ ദിക്ർ, തസ്ബീഹ്, തഹ്ലീൽ, തക്ബീർ അതിനൊക്കെ ചുരുങ്ങിയത് 1000 ഇരട്ടിയെന്നാണ്. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂലിയാണ്. നമ്മളൊരു 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ അപ്പോൾ 1 ലക്ഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ കൂലിയാണ്. മനസ്സിലായില്ല? 1 ലക്ഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി തീർക്കണമെങ്കിൽ ഒരു മാസം നമ്മൾ മെനക്കെട്ടാലും കുറച്ച് പ്രയാസമാണ്. കഴിയില്ല എന്നല്ല, ഒരു ദിവസം കൊണ്ട് 1 ലക്ഷം ദിക്ർ വലിയ മഹാന്മാരൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മളിപ്പോ ഈ ഒരു മാസം റമദാൻ കഴിയുന്നതിന് മുമ്പ് 1 ലക്ഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണമെന്ന് തീരുമാനിച്ചത് നടക്കായി ഒന്നുമില്ല. നടക്കൊക്കെ ചെയ്യും വേണമെന്ന് വിചാരിച്ചാൽ. 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ റമദാൻ അങ്ങോട്ട് തീരുമ്പോഴേക്ക് ചൊല്ലണം എന്ന് ഒരാൾ ഒറ്റക്കാണ് തീരുമാനിച്ചങ്ങോട്ട് ചൊല്ലുകയാണ്. നടക്കും. അൽഹംദുലില്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി കുറച്ച് ചൊല്ലിയാലും ശരി, നമ്മുടെ സമയവും സൗകര്യമൊക്കെ അനുസരിച്ച് നമുക്ക് അതിനെ സമയം കിട്ടിയുള്ളൂ. നമ്മളിതാ ഇന്ന് ഒരു 100 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. തഹ്ലീൽ നല്ല നിയത്തോടുകൂടെ നമ്മൾ അങ്ങോട്ട് ചൊല്ലിയാൽ 1 ലക്ഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ കൂലി നമ്മുടെ കിതാബിൽ രേഖപ്പെടുത്തും. മഹാനായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാർ പഠിപ്പിച്ചതാണ്. തസ്ബീഹിനും അങ്ങനെ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ്, ഇങ്ങനെയുള്ള ഈ ദിക്റുകൾ ഉണ്ടല്ലോ, തസ്ബീഹ്, തഖ്ദീസ്, തഹ്മീദ്, തക്ബീർ, തഹ്ലീൽ, ഇതിനൊക്കെ 1,000 റമദാനിൽ ചുരുങ്ങിയ കൂലി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു 70 തവണ ഇസ്തിഗ്ഫാർ, 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിന്റെ ഒക്കെ ഓരോ ഫദലും നമുക്കറിയാം. അതൊക്കെ ഓർത്തും ആഗ്രഹിച്ചും നമ്മൾ ചൊല്ലണം. മടി കരുതണ്ട, ക്ഷീണം കരുതണ്ട, ഒരു ഉണർവോടെയും എന്റെ പാപങ്ങൾ പൊറുക്കണം. ഇനി പാപങ്ങളൊക്കെ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ദറജ ഉയരണം, നമുക്ക് വലിയ പ്രതിഫലം കിട്ടണം. ദുനിയാവിലും ആഖിറത്തിലും നമ്മുടെ ദുആ അല്ലാഹ് സ്വീകരിക്കണം. ദുആ സ്വീകരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു വഴിയാണ് ഇസ്തിഗ്ഫാർ ധാരാളം ചൊല്ലി ദുആ ചെയ്യുക എന്നത്. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഇസ്തിഗ്ഫാർ എല്ലാ ദിവസവും പതിവാക്കുന്നത്. നമ്മുടെ ഈ മജ്ലിസില് എല്ലാ ദിവസവും ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ അതിന്റെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, മുത്തനബിയുടെ വലിയ സുന്നത്താണ് എല്ലാ ദിവസവും 70, 100 തവണ റസൂലുള്ളാഹി ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്നു എന്നത്. നമ്മുടെ പാപം പൊറുക്കും എന്നത് മറ്റൊരു നേട്ടമാണ്. ഒരുപാട് റിസ്ക് വിശാലമാകും. വിചാരിക്കാത്ത വഴിയിലൂടെ റിസ്ക്, സമ്പത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. ദിവസം ഇസ്തിഗ്ഫാർ നിത്യമാക്കുമ്പോഴുള്ള ഗുണമാണ്. നമ്മളെ ഇടങ്ങേറുകൾ, ഇടുക്കത്തിടുക്കങ്ങൾ, അതിന് പരിഹാരം ഉണ്ടാവും. ഇസ്തിഗ്ഫാറിന്റെ ഗുണമാണ്. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഗുണമാണ് ദുആക്ക് ഉത്തരം കിട്ടുമെന്ന്. ഇസ്തിഗ്ഫാർ ചൊല്ലി പറഞ്ഞാൽ ദുആക്ക് ഉത്തരം കിട്ടും. അപ്പൊ നമ്മൾ ദുആ മജ്ലിസാണ്, അതുകൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ദുആക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത്. അപ്പോൾ ഒരു 70 തവണ ഇസ്തിഗ്ഫാർ, 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം.
അസ്തഗ്ഫിറുല്ലാഹൽ അദീം 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 جددوا إيمانكم ونوروا قلوبكم وزينوا ألسنتكم بقوله لا إله إلا الله 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 إلا الله لا إله 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 إلا الله
الله لا إله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله 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 إلا الله محمد رسول الله صلى الله عليه وسلم عليها نحيا وعليها نموت وعليها نبعث إن شاء الله يا حي يا قيوم 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 يا ذا الجلال والإكرام 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 يا أرحم الراحمين 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 اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد يا رب صل عليه وسلم ബഹുമാനികളെ ഇൻഷാ അല്ലാഹ് ഒരു 11 തവണ സൂറത്തുൽ ഇഖ്ലാസ് നല്ല നിയ്യത്തോടുകൂടെ നമ്മിൽ നിന്ന് മരിച്ചു പോയവരൊക്കെ നിയ്യത്ത് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ ഹദിയകളിൽ ഒന്നായി പഠിപ്പിച്ചത് ഒരു ഫാത്തിഹ 11 വട്ടം ഇഖ്ലാസ് മുഅവ്വദത്തൈനി ഓതി ദുആ ചെയ്യാനാണ്. അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم أرحم الراحمين يا الله ഞങ്ങൾ ഇത്രയും സമയം ഒരുമിച്ച് കൂടിയ നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ പറഞ്ഞതും കേട്ടതുമായ ഞങ്ങളുടെ എല്ലാ ഇൽമുകളും നീ സ്വീകരിക്കണേ റഹ്മാനെ. പടച്ചവനെ, ഈ സദസ്സിൽ ഞങ്ങളുടെ ദുആ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ പുണ്യമായ ദിവസത്തിന്റെ ഈ മാതാക്കന്മാര്, മക്കള്, കൂട്ടുകുടുംബാദികള്, അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും അവരിൽ നിന്നും വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പൊറുക്കണേ റബ്ബേ. ഞങ്ങൾ ചെയ്ത തെറ്റുകാരണത്താൽ മരിക്കുന്ന സമയത്ത് പ്രയാസം നൽകല്ലേ. ഞങ്ങൾക്ക് ഇഖ്ലാസ് വർദ്ധിപ്പിക്കണേ റബ്ബേ. അല്ലാഹുവേ, നാഫിയായ ഇൽമു വർദ്ധിപ്പിക്കണേ റഹ്മാനെ. തഖ്വ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഇബാദത്തുകൾ, അമലുകളൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, റമദാൻ അനുകൂലമായി സാക്ഷിയാകുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. റമദാൻ ഞങ്ങൾക്ക് എതിരായി സാക്ഷിയാക്കല്ലേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ ചെയ്ത തെറ്റ് കാരണത്താല് ഖബറിലും മഹ്ശറിലും ഞങ്ങളെ പിടികൂടല്ലേ അല്ലാഹ്. പടച്ചവനെ, റമദാനിൽ തെറ്റ് ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ റബ്ബേ. റമദാനിന് മുമ്പ് ഞങ്ങൾ ചെയ്തു പോയ രഹസ്യവും പരസ്യവും ഒറ്റക്കും കൂട്ടായും ഒക്കെ ചെയ്ത എല്ലാ തെറ്റുകളും നീ പൊറുക്കണേ റബ്ബേ. പടച്ചവനെ, ചെറുതോ വലുതോ ആയ ഞങ്ങൾ നിസ്സാരമാക്കി കളഞ്ഞ തെറ്റുകളൊക്കെ നീ പൊറുക്കണേ അല്ലാഹ്. വലിയ പാപങ്ങളാണെങ്കിലും പൊറുക്കണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങൾക്കൊക്കെ ദീർഘായുസ് നൽകണേ അല്ലാഹ്. നിന്റെ ത്വാഅത്തിലും വഴിപാടിലും നിനക്ക് ധാരാളം അമൽ ഇബാദത്തുകൾ ചെയ്ത് ജീവിക്കാനുള്ള സുഹത്തോടെ, ആഫിയത്തോടെ, ആരോഗ്യത്തോടുകൂടെയുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ റഹ്മാനെ. ചീത്തയായ ദുർമരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്ത പാപം കാരണത്താൽ ദുർമരണങ്ങൾ നൽകല്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കള്, കൂട്ടുകുടുംബാദികള്, പടച്ചവനെ, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, കഴിഞ്ഞ കാലങ്ങളിൽ ഈ പള്ളിയിൽ ഈ ക്ലാസ്സിലൊക്കെ പങ്കെടുത്ത ആളുകള്, ഇതിന്റെ ഭാരവാഹികൾ, പല ആളുകളും റബ്ബേ ഖബറിലാണ്. അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. പല ഖബർസ്ഥാനുകളിലായി
കബറിലായി കിടക്കുന്ന കബറാളികൾക്ക് പൊറുക്കണേ റബ്ബേ. ഈ സദസ്സിന്റെ ഏറ്റവും വലിയ സന്തോഷം അവർക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഉപ്പമാര് ഉമ്മമാര് ഖബറിലുണ്ട്, വല്യപ്പമാര് വല്യമ്മമാരുണ്ട്, കൂട്ടുകുടുംബാദികളുണ്ട്, മക്കള് കുട്ടികള് ഭാര്യമാര് ഭർത്താക്കന്മാര് എളാപ്പ മൂത്താപ്പമാര് അമ്മാവൻ അമ്മായി പടച്ചവനെ ഉസ്താദുമാര് പല ബന്ധുക്കള് സ്നേഹിച്ചവര് സഹായിച്ചവര് കളപ്പാടുള്ളവര് കൂട്ടുകാര് നാട്ടുകാര് റബ്ബേ പലരും ഖബറിലാണ്. അവരുടെ ഒക്കെ ദറജ ഉയർത്തണേ അല്ലാ. പടച്ചവനെ അവരൊക്കെ സ്വർഗത്തിൽ വെച്ച് കാണാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ മഹ്ശറയിൽ ഞങ്ങളെയും അവരെയും നിന്റെ അർശിന്റെ തണലിൽ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. അർശിന്റെ ചോട്ടിൽ നോമ്പുകാർക്ക് കിട്ടുന്ന പ്രത്യേകമായ സൽക്കാരത്തിൽ ഞങ്ങളെയൊക്കെ പങ്കെടുപ്പിക്കണേ അല്ലാ. അതിന് യഥാർത്ഥ നൽകണേ അല്ലാ. നിന്റെ പൊരുത്തത്തോടെ സ്വർഗപ്രവേശനം നൽകണേ റബ്ബേ. അല്ലാഹുവേ രണ്ട് ലോകവും വിജയിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങൾ ഓരോരുത്തരുടെ ദുആ കേൾപ്പിച്ചവരുടെ ഞങ്ങളെ സഹായിക്കുന്നവരുടെ പള്ളിയെയും ദർസിനെയും ഒരുപാട് നല്ല കാര്യങ്ങൾക്കൊക്കെ സഹായം ചെയ്യുന്നവരാണ്. അതിന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളുടെയും സഹായിക്കുന്നവരുടെയും എല്ലാ കാര്യങ്ങളിലും ബർക്കത്ത് ചെയ്യണേ റബ്ബേ. കച്ചവടങ്ങളും ബിസിനസ്സുകളും ഒക്കെ ചെയ്യുന്നവരെ കച്ചവടങ്ങൾ ബിസിനസ്സുകളിൽ സ്ഥാപനങ്ങളിൽ ഖൈറും ബറക്കത്തും അധികരിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. എല്ലാ നഷ്ടങ്ങളിൽ നിന്നും കഷ്ടപ്പാടും പടച്ചവനെ ഗൾഫിലുള്ള ഒരുപാട് ആളുകളുണ്ട്. ഈ സമയത്ത് തന്നെ ക്ലാസ് റൂമിലൂടെയും യൂട്യൂബിലൊക്കെ ഇത് ശ്രദ്ധിക്കുന്നവർ കേൾക്കുന്നവർ ദുആ പറയുന്നവര് അവർക്കൊക്കെ ആ പ്രവാസികളും മറ്റുള്ള നാട്ടുകാരും എല്ലാം ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. ഈ സദസ്സിൽ പങ്കെടുത്ത കൂലി നൽകണേ റബ്ബേ. ഞങ്ങളുടെയും അവരുടെയും യാത്രകളിലും ജോലികളിലും സ്ഥാപനങ്ങളിലും ഏർപ്പാടുകളിലും ഖൈറും ബറക്കത്തും നിഅമത്തും അധികരിപ്പിക്കണേ അല്ലാഹ്. വിസ സംബന്ധിയായി പാസ്പോർട്ടും ലൈസൻസും ഇഖാമയും സംബന്ധിയായി പല പ്രയാസങ്ങളും കുടുങ്ങിയവരുടെ നിരറ്റപ്പെടുത്തണേ റഹ്മാനെ. പടച്ചവനെ ഗൾഫിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ഖൈറായ വഴിയുണ്ടെങ്കിൽ പടച്ചവനെ അതാണ് അവർക്ക് ഖൈറെങ്കിൽ നല്ല വഴികൾ എളുപ്പത്തിൽ തുറന്നു കൊടുക്കണേ റബ്ബേ. അല്ലെങ്കിൽ ഖൈറായ നല്ല ഉപജീവന മാർഗങ്ങൾ തുറക്കണേ റഹ്മാനെ. പടച്ചവനെ വീടുകളില്ലാത്തവർക്ക് അനുയോജ്യമായ വീടുകൾ നൽകണേ അല്ലാഹ്. വീട് പണി നടക്കുന്നത് പൂർത്തിയാക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. വീട് പണി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് എളുപ്പമാക്കണേ അല്ലാഹ്. അതിനുള്ള സമ്പത്തും സൗകര്യവും നീ എളുപ്പത്തിലും ഫതഹിലുമാക്കണേ അല്ലാഹ്. പടച്ചവനെ റബ്ബേ ഞങ്ങളുടെ മക്കള് കുട്ടികള് പേരക്കുട്ടികള് അവരൊക്കെ സൽ സ്വഭാവികളാക്കണേ അല്ലാഹ്. ദീനുള്ളവരാക്കണേ റഹ്മാനെ. മുത്തഖീങ്ങളാക്കണേ റബ്ബേ. ഞങ്ങളുടെ പെൺകുട്ടികൾ പെങ്ങന്മാര് ദുആ കേൾപ്പിച്ചവര് പല വീടുകളിലും കുടുംബങ്ങളിലും ഉള്ളവര് വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ നൽകണേ റഹ്മാനെ. പല കുട്ടികൾ ചെറുപ്പക്കാര് വിവാഹം അന്വേഷിക്കുന്നവര് യുവാക്കളുണ്ട്. അവർക്ക് നല്ല ഇണകളെ നൽകണേ അല്ലാഹ്. വിവാഹം നിശ്ചയിച്ചത് നീ ബർക്കത്തിലാക്കണേ റബ്ബേ. പഠിച്ചവനെ വിവാഹം കഴിഞ്ഞവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ പരസ്പര സ്നേഹവും ഐക്യവും വിട്ടുവീഴ്ചയും എല്ലാ നന്മകളും സന്തോഷങ്ങളും വീടുകളിലും കുടുംബങ്ങളിലും വർദ്ധിപ്പിക്കണേ റബ്ബേ. എല്ലാ ശല്യങ്ങളും ശർറുകളും ഒഴിവാക്കണേ അല്ലാഹ്. പഠിച്ചവനെ സാഹിര്യങ്ങളുടെ സിഹറിൽ നിന്ന് കാക്കണേ റബ്ബേ. ആയിനിങ്ങളുടെ അയിനിൽ നിന്ന് കാക്കണേ അല്ലാഹ്. മാക്കരിങ്ങളുടെ മക്കറിൽ നിന്ന് കാക്കണേ റബ്ബേ. ഖായിനിങ്ങളുടെ ഖിയാനത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. എല്ലാ വഞ്ചകന്മാര് തമ്മാടികള് വ്യഭിചാരികള് പിടിച്ചു പറിക്കാര് മോഷ്ടാക്കള് തട്ടിക്കൊണ്ടു പോകുന്നവര് കൊലപാതകികള് അക്രമികള് എല്ലാ തരത്തിലുള്ള തട്ടിപ്പുകാര് അവരിൽ നിന്നൊക്കെ ഞങ്ങളെയും ഞങ്ങളുടെ വീടുകളെയും കുടുംബങ്ങളെയും വാഹനങ്ങളെയും സ്ഥാപനങ്ങളെയും ഞങ്ങളുടെ സ്വത്തുക്കളെയും നീ സംരക്ഷിക്കണേ റബ്ബേ. ഹലാലായ സമ്പത്ത് നൽകണേ അല്ലാഹ്. കടങ്ങളൊക്കെ വീട്ടാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. ഞങ്ങൾക്കും ഞങ്ങളുടെ സംവിധാനങ്ങൾക്കും ഞങ്ങളുടെ മക്കള് കുടുംബങ്ങൾ ഞങ്ങളുടെ സ്വത്തുക്കൾക്ക് നിന്റെ കാവൽ നൽകണേ അല്ലാഹ്. നിന്റെ മലായികത്തിന്റെ കാവൽ നൽകണേ അല്ലാഹ്. നിന്റെ മഹാന്മാരുടെ കാവൽ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കി തരണേ റബ്ബേ. ഈ നോമ്പ് കൊണ്ട് റമദാൻ കൊണ്ട് ഞങ്ങളുടെ ഖൽബ് ശുദ്ധിയാക്കണേ അല്ലാഹ്. തഖ്വ വർദ്ധിപ്പിക്കണേ, പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. പരലോകത്തെ ദർജ ഉയർത്തണേ അല്ലാഹ്. ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ ഹാസലാക്കണേ അല്ലാഹ്. രണ്ട് ലോകത്തും വിജയിപ്പിക്കണേ റഹ്മാനെ. ഖൈർ നൽകണേ റബ്ബേ. ഈ പരിപാടിക്ക് വേണ്ടി പ്രവർത്തിച്ചവർ അധ്വാനിക്കുന്നവർ അർഹമായ പ്രതിഫലം നൽകണേ റബ്ബേ. നിന്നോട് ദുആ ചെയ്യാനല്ലാതെ ഞങ്ങൾക്ക് കഴിയില്ല. പടച്ചവനെ എല്ലാ ദിവസവും ഇങ്ങോട്ട് കടന്നു വരുന്നവര്, അതിനുവേണ്ടി നടക്കുന്നവര്, വാഹനത്തിൽ വരുന്നവര്, ഇവിടെ മണിക്കൂറുകൾ ചെലവഴിക്കുമ്പോ റബ്ബേ
റമദാനിലെ മജ്ലിസിന് വലിയ പ്രതിഫലമാണെന്ന് മുത്തനബി പഠിപ്പിച്ചു. ആ പുണ്യമായ മജ്ലിസിൽ ഈ മജ്ലിസിനെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ, ഓരോ ചവിട്ടടിയും ഓരോ മണൽത്തരിയും അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. റമദാനിലെ പാപങ്ങളിൽ നിന്ന് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ അല്ലാഹ്. പറഞ്ഞതും പറയാത്തതുമായ ഞങ്ങൾ ഓരോരുത്തരുടെ ദുആ കേൾപ്പിച്ചവരുടെ ആഗ്രഹങ്ങളും മുറാദുകളും ആവശ്യങ്ങളും എളുപ്പത്തിൽ നിറവേറ്റി തരണേ റബ്ബേ. വിഷമങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരിഹരിക്കണേ അല്ലാഹ്. രണ്ട് ലോകവും വിജയിപ്പിക്കണേ റഹ്മാനെ. ഖൈറിലും ബറക്കത്തിലുമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കുടിവെള്ള ക്ഷാമങ്ങൾക്കൊക്കെ പരിഹാരം നൽകണേ അല്ലാഹ്. എത്രയും പെട്ടെന്ന് മഴ വർഷിപ്പിച്ചു തരണേ റബ്ബേ. പടച്ചവനെ, മഴക്കാലം കാലവർഷം നീണ്ടുപോകുന്ന പരീക്ഷണത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഞങ്ങൾക്കൊക്കെ സമൃദ്ധമായി കുടിവെള്ളവും മഴയും കുളിരും സന്തോഷവും നൽകണേ അല്ലാഹ്.